നമസ്തേ. പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. നമുക്ക് സജീവമായ ഒരു വാർത്താ പ്രഭാതം തന്നെയാണ്. കാലവർഷം വീണ്ടും സംസ്ഥാനത്തുടനീളം വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുണ്ട്. അങ്ങനെ എല്ലാത്തിലേക്കും നമുക്ക് എത്താം. പ്രധാന തലക്കെട്ടുകൾ നോക്കിയ ശേഷം ശുഭാൻഷു ശുക്ലയുടെ യാത്ര വീണ്ടും വൈകും. ആക്സിയം 4 ദൗത്യം വീണ്ടും മാറ്റി. റോക്കറ്റിന് സാങ്കേതിക തകരാർ. വിക്ഷേപണം നാളെ നടക്കാൻ സാധ്യത. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും വർഗീയതായുധമാക്കി ഇടതുവലതു മുന്നണികൾ. ജമാഅത്തെ ഇസ്ലാമി, PDP അടക്കമുള്ള മതമൗലികവാദ സംഘടനകളുടെ കൂട്ടുപിടിച്ച് പ്രചാരണം. വോട്ടെടുപ്പിന് ഇനി ഒരാഴ്ച ബാക്കി. പ്രചാരണത്തിന് അണികളില്ലാതെ PV അൻവർ. ശബരിമല റോപ്പ് വേ പദ്ധതിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് തിരിച്ചടി. പദ്ധതിക്ക് മുഖ്യമന്ത്രി അധ്യക്ഷനായ സംസ്ഥാന വന്യജീവി ബോർഡിന്റെ അനുമതിയില്ല. എരുമേലി വിമാനത്താവള പദ്ധതിയുടെ സ്ഥലമേറ്റെടുപ്പ് സർവേ വീണ്ടും മുടങ്ങി. നിഖാബ് ധരിക്കാത്തതിന് സൈബർ ആക്രമണം നേരിട്ട് കോഴിക്കോട് യുവതിയും മകളും. പൊതു ഇടങ്ങളിൽ പിന്തുടർന്ന് ഫോട്ടോ എടുത്തും ഉപദ്രവം. സമസ്ത AP വിഭാഗത്തിനെതിരെ ആരോപണമുന്നയിച്ച കുടുംബം പോലീസിൽ പരാതി നൽകി. തുർക്കിക്കെതിരെ അരയും തലയും മുറുക്കി ഭാരതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുർക്കിയുടെ എക്കാലത്തെയും വലിയ ശത്രുരാജ്യമായ സൈപ്രസിൽ. നരേന്ദ്രമോദി സൈപ്രസ് സന്ദർശിക്കുന്ന 3ാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി. കാലവർഷം വീണ്ടും ശക്തം. 9 ജില്ലകൾക്ക് യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും സാധ്യത. ട്രെയിനുകളുടെ സമയം പുനഃക്രമീകരിച്ച് കൊങ്കൺ റെയിൽവേ. ലോർഡ്സിൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക ഫൈനൽ ഇന്ന്. സ്പിന്നർമാർ നിർണായക പങ്കുവഹിക്കുമെന്ന് പ്രവചനം. ടീമുകളുടെ ഫൈനൽ 11-ൽ അഴിച്ചുപണിക്ക് സാധ്യത. നമുക്ക് വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. ആക്സിയം 4 ദൗത്യം വീണ്ടും മാറ്റി. റോക്കറ്റിലെ സാങ്കേതിക തകരാറാണ് ദൗത്യം നീട്ടിവെക്കാൻ കാരണമായത്. പുതുക്കിയ വിക്ഷേപണ തീയതി പിന്നീട് അറിയിക്കുമെന്ന് സ്പേസ് എക്സ് അറിയിച്ചു. 2ാം തവണയാണ് ദൗത്യം മാറ്റിവെക്കുന്നത്. 41 വർഷങ്ങൾക്ക് ശേഷം ഭാരതീയനായ ബഹിരാകാശ യാത്രികൻ ശുഭാൻഷു ശുക്ല ഭാഗമാകുന്ന ദൗത്യമാണ് ആക്സിയം 4. ഐസൻ ജോസ് ചേരുന്നു വിവരങ്ങളുമായി. ഐസൻ, ഇവരും ആകാംക്ഷയോടെ കാത്തിരുന്നതാണ്. പക്ഷേ ചെറിയ ചില സാങ്കേതിക തകരാറുകൾ, അതുകൊണ്ടാണ് വിക്ഷേപണം മാറ്റിയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനി തുടർന്ന് വിക്ഷേപണം എപ്പോഴായിരിക്കുമെന്നുള്ളതിനെക്കുറിച്ച് സൂചനകൾ ലഭ്യമാകുന്നുണ്ടോ? വിവരങ്ങൾ. രോഹിണി, തീർച്ചയായും ഏറെ പ്രതീക്ഷയോടെയാണ് ലോകം മുഴുവൻ കാത്തിരുന്നത്, പ്രത്യേകിച്ച് ഭാരതീയരും കാത്തിരുന്നത്. നമുക്കറിയാവുന്നതാണ്, 1984 ശേഷം ആദ്യമായാണ് ഒരു ഭാരതീയൻ ബഹിരാകാശ യാത്രയ്ക്ക് ഒരുങ്ങി ആക്സിയം 4ന്റെ ഭാഗമായിരുന്നത്. ശുഭാൻഷു ശുക്ലയുടെ യാത്രയാണ് ഇന്നത്തെ യാത്രയാണ് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത്. നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ ഈ കഴിഞ്ഞ, അതായത് 10ാം തീയതി നിശ്ചയിച്ചിരുന്ന ആ ലോഞ്ച് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. അത് കാലാവസ്ഥ സങ്കീർണമായത് കൊണ്ട് ചില പ്രശ്നങ്ങളുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇന്നത്തേക്ക് ലോഞ്ച് മാറ്റിയത്. ഇന്ന് 5:30 നടക്കേണ്ടിയിരുന്ന വിക്ഷേപണമാണ് വീണ്ടും ഇപ്പോൾ നീട്ടിവെച്ചിരിക്കുന്നത്. നിലവിൽ നീട്ടിവെക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ലിക്വിഡ് ഓക്സിജന്റെ ആ കണ്ടെയ്നറിൽ അല്ലെങ്കിൽ ആ ലിക്വിഡ് ഓക്സിജൻ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഭാഗത്ത് ചില ലീക്കുകൾ കണ്ടെത്തുകയും ആ ലീക്ക് കണ്ടെത്തിയത് അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് പോകുമെന്ന തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ലോഞ്ച് നീട്ടിവെച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഔദ്യോഗികമായി തന്നെ സ്പേസ് എക്സും ISROയും ഇക്കാര്യം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ലോഞ്ച് നീട്ടിവെച്ചത് എന്നത്തേക്കാണ് എന്നത് സംബന്ധിച്ച വിശദീകരണങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഇന്ന് വൈകുന്നേരം 5:30 നടക്കാനിരുന്നിരുന്ന ലോഞ്ചാണ് ഇപ്പോൾ നീട്ടിവെച്ചിരിക്കുന്നത്. ഇനി ഏത് തീയതിയിലായിരിക്കും ലോഞ്ച് നടക്കുക എന്നത് സംബന്ധിച്ച വിശദീകരണങ്ങൾ ഇനിയും വരേണ്ടതുണ്ട്. വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന സൂചനകളാണ്
അനൗദ്യോഗികമായി ലഭിക്കുന്നത് എങ്കിൽ കൂടി ഇത് സംബന്ധിച്ച് കൂടുതൽ സ്ഥിരീകരണങ്ങൾ വരേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ലിക്വിഡ് ഓക്സിജന്റെ ലീക്ക് വലിയ തോതിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പിന്തുടരുന്ന ആ അളവിനേക്കാൾ കൂടുതൽ ഉണ്ടായ ഒരു സാഹചര്യത്തിലാണ് അടിയന്തരമായി മാറ്റിവെക്കാനുള്ളൊരു തീരുമാനമെടുക്കുകയും ചെയ്തത്. പുതുക്കിയ തീയതി ഈ ലീക്ക് പൂർണ്ണമായും പരിഹരിച്ചതിന് ശേഷം സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി ഉറപ്പാക്കിയതിനു ശേഷമായിരിക്കും ഉണ്ടാവുക എന്നും ISROയുടെ ഭാഗത്തു നിന്നെല്ലാം തന്നെ വിശദീകരണങ്ങളും വരുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇന്ന് വൈകുന്നേരം ഇന്ത്യൻ സമയം ഇന്ന് വൈകുന്നേരം 5:30 നടക്കേണ്ടിയിരുന്ന ലോഞ്ച് നീട്ടിവെച്ചിരിക്കുന്നു എന്നാണ് ഔദ്യോഗികമായ അറിയിപ്പ്. അടുത്ത തീയതി അറിയിക്കുമെന്നും ഔദ്യോഗികമായി അറിയിപ്പിൽ പറയുന്നുണ്ട്. രോഹിണി. അതെ, അതുമാത്രമല്ല ഐസൺ, നമുക്കറിയാം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാന ദൗത്യം കൂടിയായിരുന്നു. കാരണം രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന ഇന്ത്യൻ പൗരനാകാനാണല്ലേ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷുവിന്റെ ഈ ദൗത്യ ഉദ്ദേശത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഭാരതവും ഏറെ ആകാംക്ഷയോടുകൂടി തന്നെയല്ലേ ഇതിനെ വീക്ഷിക്കുന്നത്. ഇനി തുടർ വിക്ഷേപണം അടക്കമുള്ള കാര്യങ്ങൾ എപ്പോഴായിരിക്കും എന്നുള്ളതുമായി ബന്ധപ്പെട്ട്. രോഹിണി, തീർച്ചയായും ഭാരതത്തിന്റെ ബഹിരാകാശ സ്വപ്നങ്ങൾ ഏറെയുള്ള ഒരു രാജ്യമാണ്. നമുക്കറിയാവുന്നതാണ്, ലോകത്ത് ഏറ്റവും ശക്തമായി മുന്നേറുന്ന, ഏറ്റവും പുരോഗമനാത്മകമായ ബഹിരാകാശ തത്വങ്ങളിൽ അധിഷ്ഠിതമായി മുന്നേറ്റം നടത്തുന്ന രാജ്യങ്ങളിൽ സുപ്രധാനമാണ് ഭാരതം. അതുകൊണ്ട് തന്നെ ഭാരതം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ് ഈ വിക്ഷേപണം എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാവുന്നതാണ് 1984 രാകേഷ് ശർമ്മയുടെ ഗഗനയാത്ര നടക്കുന്നത്. ബഹിരാകാശ യാത്രയ്ക്ക് ശേഷം അദ്ദേഹം തിരിച്ചെത്തി തന്റെ അനുഭവങ്ങൾ പങ്കുവച്ചപ്പോൾ തന്നെ ഈ ബഹിരാകാശ യാത്രയുടെ പ്രത്യേകതയെല്ലാം തന്നെ വിശദീകരിക്കുകയും ചെയ്തിരുന്നു. ഏറെ കൗതുകത്തോടെയാണ് അന്ന് ഭാരതീയരെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ യാത്രയെ വീക്ഷിക്കുകയും ചെയ്തത്. സമാന ആവേശത്തോടെ തന്നെയാണ് ഈ പുതിയ തലമുറ ഉൾപ്പെടെ ശുഭാൻഷു ശുക്ലയുടെ യാത്രയെ കാത്തിരുന്നത്. ഈ യാത്രയ്ക്ക് മറ്റു ചില പ്രത്യേകതകളുമുണ്ട്. ഭാരതത്തിന്റെ സ്വന്തം ബഹിരാകാശ വാഹനത്തിന്റെ വിക്ഷേപണം തയ്യാറാകാനിരിക്കുന്നു 1-2 വർഷങ്ങൾക്കുള്ളിൽ. അതുപോലെ തന്നെ ഭാരതത്തിന്റെ സ്വന്തം ബഹിരാകാശ നിലയം, ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ബഹിരാകാശത്ത് സ്ഥാപിക്കുന്നതിന്, സ്പേസ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിനുള്ള ഗവേഷണങ്ങൾ നടക്കുകയും അതിനുള്ള ശ്രമങ്ങൾ നടക്കുകയും അതിനുള്ള പരീക്ഷണങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. ISROയുടെ പല പരീക്ഷണ കേന്ദ്രങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളുടെ ഭാഗമായുള്ള പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തിന്റെ യാത്ര ഷെഡ്യൂൾ ചെയ്തതും ഈ 41ാമത്തെ വർഷം വീണ്ടും ഒരു യാത്ര ഷെഡ്യൂൾ ചെയ്തത്. ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്തത്. തീർച്ചയായും ഭാരതത്തിന്റെ ബഹിരാകാശ സ്വപ്നങ്ങളായ അന്തരീക്ഷ നിലയവും അതുപോലെ തന്നെ സ്പേസ് സ്റ്റേഷനും അതുപോലെ തന്നെ ബഹിരാകാശ യാത്രയും എല്ലാം തന്നെ ലക്ഷ്യം വെക്കുന്നതിന്റെ ഭാഗമായുള്ള ഒരു എക്സ്പീരിയൻസ് കൂടിയായിരുന്നു ഇത്തവണത്തെ യാത്ര എന്നതാണ് 1984 രാകേഷ് ശർമ്മയുടെ യാത്രയിൽ നിന്നും വ്യത്യസ്തമാകുന്നത്. മാത്രമല്ല ഭാരതം വൻതോതിൽ മുന്നേറിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. സ്വാഭാവികമായ GPS-ന് സമാനമായ സംവിധാനങ്ങൾ പോലും കൃത്യമായി തയ്യാറാക്കുന്നതിന് പോലും ഭാരതത്തിന് സാധിച്ചതിന് ശേഷമുള്ള ഒരു ബഹിരാകാശ യാത്രയാണ് ഭാരതീയന്റേത് ഷെഡ്യൂൾ ചെയ്തത്. അതായത് സ്പേസ് രംഗത്ത് വലിയ തോതിലുള്ള മുന്നേറ്റം നേടിയതിനു ശേഷം ചന്ദ്രയാൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ആദിത്യ L1 ഉൾപ്പെടെയുള്ള ലോക പ്രശസ്തമായ അല്ലെങ്കിൽ ലോകം ഉറ്റുനോക്കിയ വിക്ഷേപണങ്ങളുടെ വിജയത്തിന് ശേഷമാണ് ശുഭാൻഷു ശുക്ലയുടെ ഈ പുതിയ ബഹിരാകാശ യാത്ര പ്ലാൻ ചെയ്തത്. അതിന്റെ കൗതുകവും ഏറെ പ്രതീക്ഷയും ഉണ്ടായിരുന്നു ഭാരതത്തിന് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഈ സാങ്കേതിക തകരാർ മാത്രമാണ് ഒരു പ്രതിസന്ധിയായുള്ളത്. ഈ സാങ്കേതിക തകരാർ പൂർണ്ണമായും പരിഹരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അതായത് 10-ാം തീയതിയിൽ ഷെഡ്യൂൾ ചെയ്ത യാത്ര 11ാം തീയതിയിലേക്ക് മാറ്റിയ പോലുള്ള ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് അല്ല എന്നത് മാത്രമാണ് ഒരു പ്രത്യേകതയായുള്ളത്. പക്ഷേ സാങ്കേതികമായ പെർഫെക്ഷൻ തയ്യാറാക്കിയതിനു ശേഷം, ഉറപ്പായതിനു ശേഷം തീർച്ചയായും ലോഞ്ച് വൈകാതെ തന്നെ നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വിക്ഷേപണം തന്നെയാണ് ഇപ്പോൾ നീട്ടിവെച്ചിരിക്കുന്നത്. എങ്കിലും നീട്ടിവെച്ചത് സുരക്ഷാ കാരണങ്ങളാലാണ് എന്ന വിശദീകരണവും അതുപോലെ തന്നെ നീട്ടിവെച്ച വിക്ഷേപണം വൈകാതെ തന്നെ നടക്കുമെന്ന പ്രതീക്ഷാ നിർഭരമായ മറുപടികളും ISROയുടെയും സ്പേസ് ബന്ധപ്പെട്ട സംവിധാനങ്ങളുടെ എല്ലാം തന്നെ മേഖലകളിൽ നിന്ന് വരികയും ചെയ്യുന്നത് പ്രതീക്ഷയും നൽകുന്നുണ്ട്. രോഹിണി. ശരി ഐസൺ, AXIOM 4 ദൗത്യം വീണ്ടും മാറ്റി. റോക്കറ്റിലെ സാങ്കേതിക തകരാറാണ് ദൗത്യം നീട്ടിവെക്കാൻ കാരണമായത്. പുതുക്കിയ വിക്ഷേപണ തീയതി പിന്നീട് അറിയിക്കുമെന്ന് SpaceX അറിയിച്ചു. 2ാം തവണയാണ് ദൗത്യം മാറ്റിവെക്കുന്നത്. 41 വർഷങ്ങൾക്ക് ശേഷം ഭാരതീയനായ ബഹിരാകാശ യാത്രികൻ ശുഭാൻഷു ശുക്ല ഭാഗമാകുന്ന ദൗത്യമാണ് AXIOM 4. ഐസൺ ജോസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. കെനിയയിൽ അപകടത്തിൽ മരിച്ച മലയാളികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. മരിച്ച 5 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 2 മലയാളികൾ ചികിത്സയിൽ തുടരുകയാണ്. ഖത്തറിൽ നിന്ന് പെരുന്നാൾ അവധി ആഘോഷിക്കാൻ പോയ സംഘത്തിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഷിൻസ് സെബാസ്റ്റ്യൻ ചേരുന്നു. ഷിൻസ്, അങ്ങേയറ്റം ദുഃഖകരമായ ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം വന്നത്. ഇനി മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുക എന്നുള്ള നടപടിക്രമങ്ങൾ മാത്രമാണ്. അതെപ്രകാരമാണ് പുരോഗമിക്കുന്നത്? രോഹിണി, ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇന്നലെ നമുക്ക് കെനിയയിൽ നിന്ന് കിട്ടിയത്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനാജനകമായ വാർത്തയായിരുന്നു.
5 മലയാളികളാണ് അപകടത്തിൽ മരിച്ചത്. ബലിപ്പെരുന്നാൾ അവധി ആഘോഷിക്കുന്നതിന് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഖത്തറിൽ നിന്ന് 32 പേരുടെ സംഘം കെനിയയിലേക്ക് പോയത്. മലയാളികളും കർണാടക സ്വദേശികളും ഗോവൻ സ്വദേശികളുമായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത്. ഇതിൽ 14 പേർ മലയാളികളായിരുന്നു. അപകടമുണ്ടായ തിങ്കളാഴ്ച പ്രാദേശിക സമയം വൈകുന്നേരത്ത് 4 മണിക്കായിരുന്നു. 3 സ്ത്രീകളും 2 കുട്ടികളും, അതിൽ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം 5 പേരാണ് അപകടത്തിൽ മരിച്ചത്. പാലക്കാട് കോങ്ങാട് സ്വദേശിനി റിയാൻ, മകൾ ടൈറ, തൃശൂർ സ്വദേശികളായ ജസ്ന കുറ്റിക്കാട്ടിച്ചാലിൽ, മകൾ റൂഹി മെഹറിൻ, തിരുവല്ല സ്വദേശിനിയായ ഗീത ഷോജി ഐസക് എന്നിവരായിരുന്നു മരിച്ചത്. ബസ്സിലുണ്ടായിരുന്ന എല്ലാവർക്കും പരിക്കുണ്ട്. ഇതിൽ 3 പേരുടെ നില ഗുരുതരമാണ്. വടക്കിഴക്കൻ കെനിയയിലെ നാൻഡ്രോ പ്രവിശ്യയിലാണ് അപകടം സംഭവിച്ചത്. തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞായിരുന്നു അപകടം. അവിടുത്തെ ഒരു വെള്ളച്ചാട്ടം കാണാൻ ഇവരെ കൊണ്ട് പോവുകയായിരുന്ന ബസ് ഏകദേശം 100 മീറ്റർ താഴ്ചയുള്ള കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. ഇപ്പൊ പരിക്കേറ്റവരെ നെക്സ്റ്റ് റഫറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഗുരുതരമായി പരിക്കേറ്റവരെ കെനിയയുടെ തലസ്ഥാനമായ നെയ്റോബിയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കെനിയയിലെ ഖത്തറിലെ ഇന്ത്യൻ എംബസികൾ ഭാരതീയ പ്രവാസി സംഘടനകളുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അപകട സ്ഥലത്തുള്ള നെയ്റോബിയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥർ എല്ലാ സഹായവും പരിക്കേറ്റവർക്ക് ലഭ്യമാക്കുന്നുണ്ട്. ഇതോടൊപ്പം മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. അന്വേഷണങ്ങൾക്കും സഹായങ്ങൾക്കുമായി ഖത്തറിലെ ഇന്ത്യൻ എംബസി ഹെൽപ്ലൈൻ സേവനം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 3 ദിവസത്തിനകം മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. രോഹിണി. ശരി ഷിൻസ്, എന്തായാലും അവധി ആഘോഷിക്കാൻ പോയവരാണ്. അങ്ങേയറ്റം ദുഃഖകരമായ ഒരു വാർത്ത തന്നെയായിരുന്നു കെനിയയിൽ നിന്നുണ്ടായത്. എന്തായാലും കെനിയയിൽ അപകടത്തിൽ മരിച്ച മലയാളികളുടെ മൃതദേഹം ഇനി നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. മരിച്ച 5 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 2 മലയാളികൾ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. ഷിൻ സെബാസ്റ്റ്യനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. കോഴിക്കോട് നിഖാബ് ധരിച്ചില്ല എന്നാരോപിച്ച് മുസ്ലിം യുവതിക്കെതിരെ നടക്കുന്നത് അതിക്രൂരമായ സൈബർ ആക്രമണം. യുവതിയുടെയും മക്കളുടെയും ഫോട്ടോയടക്കം വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുകയും പൊതു ഇടങ്ങളിൽ നിന്ന് യുവതിയുടെ ഫോട്ടോ എടുത്തെന്ന് ചൂണ്ടിക്കാട്ടിയും കക്കൂർ സ്വദേശിനിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സമസ്തയിലെ AP വിഭാഗമാണ് പ്രചാരണങ്ങൾക്ക് പിന്നിലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, പറയൂ. രോഹിണി, പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ നിഖാബ് ധരിച്ചില്ല എന്നാരോപിച്ചാണ് മുസ്ലിം യുവതിക്കെതിരെ ഇത്തരത്തിൽ അതിക്രൂരമായ സൈബർ ആക്രമണം നടക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഈ വാർത്തകളൊക്കെ തന്നെയും വലിയ ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമാണ്. ഇത് സംബന്ധിച്ചാണ് ഈ കാക്കൂർ സ്വദേശിയായ യുവതിയും കുടുംബവും പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഈ സമസ്തയിലെ AP വിഭാഗമാണ് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾക്ക് പിന്നിൽ എന്നൊരു കാര്യം തന്നെയാണ് ഈ യുവതിയും കുടുംബവും ഉൾപ്പെടെയുള്ള ആളുകൾ മാധ്യമങ്ങളോടക്കം പങ്കുവച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇത്തരത്തിൽ ഈ യുവതികൾ പ്രധാനമായും എടുത്തു പറയേണ്ടത്, നമുക്കറിയാം, ഒരു യാത്ര ചെയ്ത ഒരു ആളുടെ ഒരു കഥയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതായത് കശ്മീരിലേക്ക് യാത്ര ചെയ്ത ഒരു സ്ത്രീക്കെതിരെയും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഈ നിഖാബ് ധരിച്ചില്ല എന്ന് പറഞ്ഞ വലിയ രീതിയിൽ ഈ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ തന്നെ ആക്രമിക്കുകയാണ് എന്നാണ് ഈ യുവതി ഇപ്പോൾ പരാതിയായി പറഞ്ഞിരിക്കുന്നത്. അതും ഒരു വിഭാഗം മാത്രം, ഈ സമസ്ത AP വിഭാഗമാണ് ഇത്തരത്തിൽ തനിക്കും കുടുംബത്തിനുമെതിരെ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നൊരു കാര്യം ആണ് ഈ കാക്കൂർ സ്വദേശി പരാതിയിൽ നൽകിയിരിക്കുന്നത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള നടപടി, അല്ലെങ്കിൽ കൃത്യമായ ഒരു നടപടി ഉണ്ടാവണം എന്ന് തന്നെയാണ് ഈ കുടുംബം പ്രധാനമായും ആരോപിക്കുന്നത്. ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ തന്നെയും കുടുംബത്തെയും വലിയ രീതിയിൽ അധിക്ഷേപിക്കുന്ന തരത്തിലാണ് ഈ പണ്ഡിതന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ കമന്റുകളും പ്രതികരണവുമായി രംഗത്ത് വരുന്നത് എന്ന് തന്നെയാണ് ഈ യുവതിയുടെ പരാതി. രോഹിണി. ദിസ്ന, നമുക്കറിയാം, ഒരുതരം താലിബാനിസം നടപ്പാക്കുന്നതിനുള്ള രീതിയാണ് എന്ന് തോന്നിപ്പോകും. കാരണം വിധവയായ ഒരു സ്ത്രീ ഇത്തരത്തിൽ വിനോദയാത്രയ്ക്കൊന്നും പോകണ്ട, വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്കിരിക്കുക എന്നുള്ളൊരു പരാമർശം ആദ്യം നടത്തി. ഇപ്പോൾ രണ്ടാമത് നിഖാബ് ധരിക്കാത്ത ഒരു യുവതിയുടെ പുറകെ നടന്ന് ഫോട്ടോ എടുക്കുകയും അവരുടെ മക്കളുടെ അടക്കം ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് അങ്ങേയറ്റം അപക്വമായ രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നു. ഈ രാജ്യത്ത് ഒരു നിയമവ്യവസ്ഥയുണ്ട്, പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരു കൂട്ടം ജനതയുണ്ട്. ഇവിടെയാണ് ഇത്തരത്തിലുള്ള കാടൻ നിയമങ്ങളും കാടൻ പ്രസ്താവനകളുമായി ഇവരൊക്കെ രംഗത്ത് എന്നുള്ളതാണ്.
തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ കാലം മാറുന്നുണ്ടെങ്കിലും അവരുടെ ഇടയിലുള്ള ചിന്താഗതിക്ക് മാറ്റം ഉണ്ടാകുന്നില്ല എന്നതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണിത്. നമുക്കറിയാം, ഒരു വിധവയായ സ്ത്രീ അവരുടെ ആഗ്രഹങ്ങളൊക്കെ തന്നെയും നിറവേറ്റുവാൻ ഇത്തരത്തിൽ യാത്ര ചെയ്യുന്നു. അതിനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് രാജ്യത്ത് ജീവിക്കുന്ന ഏതൊരാൾക്കും ഉണ്ട്. അതായത് നമ്മുടെ സ്വപ്നങ്ങളെ ഒക്കെ തന്നെയും യാഥാർത്ഥ്യമാക്കി ജീവിക്കുക എന്നത് വലിയ രീതിയിൽ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനെതിരെയൊക്കെ തന്നെയും മതപണ്ഡിതന്മാർ, അത് ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, പണ്ഡിതന്മാർ, അതായത് ഈ സമസ്ത പോലെയുള്ള മതവിഭാഗത്തിൽപ്പെട്ട ആളുകളിലെ മുതിർന്ന നേതാക്കന്മാർ ഇത്തരത്തിൽ അതിനെതിരെ പ്രതികരണവുമായി സമൂഹ മാധ്യമങ്ങളിൽ വരുമ്പോൾ ആ കുടുംബത്തിന് അത് എത്രത്തോളം വേദന ഉണ്ടാക്കുന്നത് എന്ന് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ സമാനമായ സംഭവത്തിൽ കണ്ടതാണ്. അതുപോലെ തന്നെ ഈ യുവതിയുടെ അടക്കം, അതായത് യുവതിയുടെയും മക്കളുടെയും ഒക്കെ തന്നെയും ചിത്രങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പ് വഴി പ്രചരിപ്പിച്ചോ വലിയ രീതിയിൽ അവരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുവാനുള്ള ഒരു ശ്രമം ഉണ്ടാവുന്നു എന്നത് തന്നെയാണ് ഈ യുവതിയുടെ പരാതിയിൽ വ്യക്തമാക്കുന്നത്. ഇവരുടെ കുടുംബത്തിന്റെ ഫോട്ടോ എടുക്കുന്നു, അതോടൊപ്പം തന്നെ മക്കളുടെ ഫോട്ടോ എടുക്കുന്നു. ഈ ഫോട്ടോയൊക്കെ തന്നെ വിവിധ ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ മത നിയമങ്ങളൊന്നും തന്നെ പാലിക്കുന്നില്ല എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണം നടത്തുന്നു എന്ന് തന്നെയാണ് ഈ യുവതി നൽകിയ പരാതിയിലുള്ളത്. ഈ പ്രചാരണങ്ങൾക്കൊക്കെ പിന്നിൽ ഈ സമസ്തയിലെ AP വിഭാഗമാണെന്നും ഈ യുവതി കൂട്ടിച്ചേർക്കുന്നുണ്ട്. നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചിന്താഗതികൾ മാറാത്തത്? ആ ചിന്താഗതികളൊക്കെ തന്നെ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ വലിച്ചിഴച്ച് അവരെ വലിയ രീതിയിൽ അപമാനിക്കുന്ന തരത്തിലേക്ക്, അത് വലിയൊരു രീതിയിലുള്ള ചർച്ചയിലേക്ക് എത്തിക്കുന്നു എന്നത് തന്നെയാണ് കഴിഞ്ഞ ഇടയ്ക്കൊക്കെ നടന്ന ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാകുന്നത്. നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ കാശ്മീരിലേക്ക് യാത്ര ചെയ്ത, അല്ലെങ്കിൽ ആ കുളു മണാലിയിലേക്ക് യാത്ര ചെയ്ത ആ യുവതിയുടെ വീഡിയോ ഒക്കെ തന്നെയും സോഷ്യൽ മീഡിയ വഴി പങ്കുവെച്ച് വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദത്തിലേക്ക് എത്തിക്കുവാൻ ഈ എതിർ വിഭാഗത്തിന് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഈ യുവതിയെയും കുടുംബത്തെയും അധിക്ഷേപിക്കുന്നത് എന്നൊരു പരാതിയുമായാണ് ഇവർ നിലവിൽ രംഗത്ത് വന്നിട്ടുള്ളത്. രോഹിണി, ശരി ദിസ്ന, എന്തായാലും ഇപ്പോൾ സമസ്തയിലെ AP വിഭാഗമാണ് പ്രചാരണങ്ങൾക്ക് പിന്നിൽ എന്നുള്ള കുടുംബത്തിന്റെ ആരോപണം വരുന്നുണ്ടല്ലോ. അതുമാത്രമല്ല, ഈ അനുവാദമില്ലാതെ ഫോട്ടോ എടുത്ത് സൈബർ ആക്രമണം നടത്തുന്നതിനെതിരെയും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസിൽ നിന്നൊരു തുടർ നടപടി ഈ കാര്യത്തിൽ പ്രതീക്ഷിക്കാമോ? തീർച്ചയായും യുവതി അടക്കമുള്ളവർ ഈ സൈബർ ആക്രമണത്തിനെതിരെയാണ് ഇത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത്. അവരുടെ കയ്യിൽ കൃത്യമായ തെളിവുകളുണ്ട്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലൊക്കെ തന്നെയാണ് ഇപ്പോൾ കാക്കൂർ പോലീസിൽ ഈ കുടുംബം പരാതി നൽകിയിട്ടുള്ളത്. നമുക്കറിയാം, എത്തരത്തിൽ പുരോഗമന ചിന്താഗതി ഉണ്ട് എന്ന് പറയുമ്പോഴും ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിക്കണം എന്ന് പറയുമ്പോഴും സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിൽ ഈ മതത്തിന്റെ, അതായത് മതപരമായ കാര്യങ്ങൾ പാലിച്ചില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്ന ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും ഉണ്ട് എന്നതിന്റെ സൂചന തന്നെയാണ് ഈ യുവതിക്ക് നേരെ വരുന്ന ആക്രമണം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. യുവതിയെ മാത്രമല്ല, ഈ യുവതിയുടെ മക്കളുടെ അടക്കം ഫോട്ടോകളാണ് ഇത്തരത്തിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നതും അവരെ സംബന്ധിച്ച അനാവശ്യ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും പോലീസ് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് ഈ കുടുംബത്തെ അറിയിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. ഈ പുരോഗമനപരമായി ചിന്തിക്കുന്ന ആളുകൾ ഉള്ള ഒരു സമൂഹമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാലഘട്ടമാണ് രോഹിണി. പക്ഷേ ആ കാലഘട്ടത്തിൽ പോലും ഇത്തരം ചിന്താഗതിയുള്ള ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നതിന് നിരവധി തെളിവുകൾ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെയും. അതായത് വിദ്യാഭ്യാസ കാര്യത്തിലാകട്ടെ എല്ലാ കാര്യത്തിലും മുൻപന്തിയിലാണ് നമ്മളൊക്കെയും എന്ന് അവകാശപ്പെടുമ്പോഴും ഇത്തരത്തിൽ രൂക്ഷമായ വിമർശനം വരുന്നു. മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങൾ അനുഷ്ഠിച്ചില്ല എന്ന് പറഞ്ഞ ഒരു കുടുംബത്തെ മുഴുവനായും ഒറ്റപ്പെടുത്തുവാനുള്ള ഒരു ശ്രമം നടക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നും വ്യക്തമാവുന്നത്. രോഹിണി, ശരി ദിസ്ന, കോഴിക്കോട് നിക്കാബ് ധരിച്ചില്ല എന്നാരോപിച്ചാണ് മുസ്ലിം യുവതിക്കെതിരെ അതിക്രൂരമായ സൈബർ ആക്രമണം നടത്തുന്നത്. യുവതിയുടെ മക്കളുടെയും ഫോട്ടോയടക്കം വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുകയും പൊതു ഇടങ്ങളിൽ യുവതിയുടെ ഫോട്ടോ എടുക്കുകയും ചെയ്തു. എന്തായാലും ഇതിനൊക്കെ എതിരെ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, സമസ്തയിലെ AP വിഭാഗമാണ് പ്രചാരണങ്ങൾക്ക് പിന്നിൽ എന്നും കുടുംബം ശക്തമായി ആരോപിക്കുന്നുണ്ട്. നമുക്കറിയാം, വീടിനുള്ളിൽ പ്രസവിക്കുക, വീടിന്റെ ഏതെങ്കിലും മൂലയിൽ സ്ത്രീകൾ ഇരിക്കുക, ഇങ്ങനെ തുടങ്ങി മതപരമായ പല ചിട്ടവട്ടങ്ങളും കൊണ്ടുവരുന്ന ഒരു താലിബാനിസം നടപ്പാക്കുന്ന രീതിയും പ്രവണതയും ഒക്കെ കാണുന്നുണ്ട്. നമ്പർ 1 കേരളത്തിലാണിത്. പൊതുജനം ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങേയറ്റം വിദ്യാസമ്പന്നരായ ഒരു ജനസമൂഹത്തിനിടയിലേക്കാണ് ഇത്തരം പ്രചാരണങ്ങളും പ്രസ്താവനകളും നടത്തുന്നത് എന്നുള്ളത് കൂടി ഓർക്കേണ്ടതാണ്. ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. കേരള തീരത്ത് തീ പിടിച്ച കപ്പലിൽ രക്ഷാദൗത്യം ദുഷ്കരം.
കത്തുന്ന വസ്തുക്കളാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. കോഴിക്കോടിനും കൊച്ചിക്കുമിടയിലുമുള്ള തീരത്തേക്ക് കണ്ടെയ്നറുകൾ ഒഴുകിയെത്താൻ സാധ്യതയുണ്ട്. കടലിൽ വീണ 4 നാവികർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. മംഗലാപുരത്ത് ചികിത്സയിലുള്ള 18 പേരിൽ 2 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു. നമ്മുടെ പ്രതിനിധികൾ ചേരുകയാണ്. ആദ്യം നമുക്ക് കൊച്ചിയിലേക്ക് പോകാം. കിരൺ കുമാർ ചേരുന്നുണ്ട്. കിരൺ, നിലവിലെ സ്ഥിതി എങ്ങനെയാണ്? രോഹിണി, ഈ അപകടത്തിൽപ്പെട്ട വാൻഹായ് കപ്പലിലെ തീ അണക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് തന്നെ ഈ കപ്പലിൽ നിന്ന് താഴേക്ക്, അതായത് വെള്ളത്തിലേക്ക് വീണിട്ടുള്ള കണ്ടെയ്നറുകൾ അത് കേരളത്തിൻ്റെ തീരമേഖലകളിലേക്ക് ഒഴുകിയെത്താനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല. ഇതൊരു വലിയൊരു ആശങ്കയായി തന്നെ തുടരുകയാണ്. പ്രത്യേകിച്ച് കേരള തീരങ്ങളിലേക്ക്, ഈ കൊച്ചി അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് ഈ കണ്ടെയ്നറുകൾ ഒഴുകിയെത്താനുള്ള ഒരു സാധ്യത തന്നെയാണ് കണക്കൂട്ടപ്പെടുന്നത്. നിലവിലിപ്പോൾ ഈ കണ്ടെയ്നറുകൾ, അതായത് കടലിലേക്ക് വീണിട്ടുള്ള കണ്ടെയ്നറുകൾ ഒഴുകുന്നത് ഈ തെക്ക് കിഴക്കൻ ദിശയിലേക്കാണ്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഇത് കൊച്ചിയിലേക്ക് എത്താനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കൊച്ചിയിലും തൃശ്ശൂരിലുമൊക്കെ തീരപ്രദേശങ്ങളിൽ ജാഗ്രത തുടരുകയാണ്. കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം കേന്ദ്ര ഷിപ്പിംഗ് ഡയറക്ടർ അടക്കമുള്ള ആളുകൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിരുന്നു. നേരത്തെ ഈ ലൈബീരിയൻ കപ്പലായിട്ടുള്ള എൽസ 3 അപകടം ഉണ്ടായതിനെ തുടർന്ന് പിന്നീട് തീരത്തേക്ക് മാലിന്യങ്ങൾ അടിഞ്ഞ ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഈ കണ്ടെയ്നറുകൾ അടിഞ്ഞ ഒരു സാഹചര്യം ഈ കപ്പലിൻ്റെ അപകടത്തെ തുടർന്നുണ്ടാകില്ല എന്നുള്ളൊരു വിലയിരുത്തൽ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കണ്ടെയ്നറുകളെല്ലാം തന്നെ ശ്രീലങ്കയുടെ ഭാഗത്തേക്ക് ഒഴുകിപ്പോകാനുള്ളൊരു സാധ്യതയാണ് കേന്ദ്രം മുന്നോട്ട് വെക്കുന്നത്. എന്നിരുന്നാൽ പോലും ഈ ജാഗ്രത ഒരു തരത്തിലും കുറക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ സംശയകരമായിട്ടുള്ള സാധനങ്ങൾ തീരത്തേക്ക് അടിഞ്ഞെത്തുകയാണെങ്കിൽ ഇതിന് സമീപത്തേക്ക് പോകരുത്, 200 മീറ്ററിലധികം അകലം പാലിക്കണം എന്നുള്ളൊരു നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഏതായാലും ഈ കപ്പലിലെ തീ അണക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കപ്പലിൽ അപകടകരമായിട്ടുള്ള വസ്തുക്കൾ തന്നെയാണ് ഉള്ളത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സാധനങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. ഇതിൽ ഏതൊക്കെ തരത്തിലുള്ള രാസവസ്തുക്കളുണ്ട് എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നേരത്തെ കേന്ദ്രം സംസ്ഥാനത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും 157 തരം വസ്തുക്കൾ ഈ കപ്പലിനുള്ളിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഏതായാലും നിലവിലിപ്പോൾ ഈ കപ്പൽ തീയണക്കുന്നതിന് വേണ്ടി നാവികസേനയുടെ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഈ കപ്പലിൽ ഉള്ള വസ്തുക്കൾ, ചരക്കുകൾ, അതെല്ലാം തന്നെ അപകടകരമായ വസ്തുക്കളാണ് എന്നുള്ളൊരു കാര്യം നേരത്തെ സൂചിപ്പിച്ചിരുന്നതാണ്. ക്ലാസ് 3, അതോടൊപ്പം തന്നെ ക്ലാസ് 4.1, 4.2, 4.6 എന്നീ ഈ ക്ലാസ്സുകളിലുള്ള വസ്തുക്കളാണ്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതലായി തന്നെ തീപിടിക്കാനോ അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇന്നലെയും ഈ കപ്പലിൽ പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തീ അണക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നേവിയുടെ ഭാഗത്തു നിന്നും തുടരുകയാണ്. ഈ കപ്പലിന് സമീപത്തേക്ക് ചെന്നുകൊണ്ട് തീ അണക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ടായിട്ടില്ല. വളരെ ശക്തമായ തീ ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കപ്പലിനെ സംബന്ധിച്ചാണെങ്കിൽ അതിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി തന്നെ നിലച്ച ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്നിരുന്നാൽ പോലും കപ്പൽ തന്നെത്താൻ ഒഴുകി നീങ്ങുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇന്നലെ ഈ തിങ്കളാഴ്ച ഈ അപകടത്തിൽപ്പെടുന്ന സമയത്ത് കപ്പലുണ്ടായിരുന്ന ദിശയിൽ നിന്ന്, ആ ഭാഗത്ത് നിന്നും ഏകദേശം 1 കിലോമീറ്ററിലധികം കപ്പൽ ഒഴുകി നീങ്ങിയതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തെക്ക് മേഖലയിലേക്ക്, തെക്കൻ ദിശയിലേക്കാണ് ഒഴുകിയിരിക്കുന്നത്. ഏതായാലും ഇനിയും കപ്പലിൽ നിന്നുള്ള തീ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ കപ്പലിലെ തീ അണക്കാനായിട്ടുള്ള ശ്രമം തുടരുന്നു. അതേസമയത്ത് തന്നെ കപ്പലിൽ നിന്നുള്ള വസ്തുക്കൾ, രാസവസ്തുക്കൾ, അത് കേരള തീരങ്ങളിലേക്ക് ഒഴുകിയെത്തിയാൽ അത് നേരിടുന്നതിന് വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കങ്ങളും ഏതായാലും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട്. ശരി കിരൺ, കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷ് കൂടി ചേരുന്നുണ്ട്. ദിസ്ന, ഈ കോഴിക്കോടിനും കൊച്ചിക്കും ഇടയിലേക്കുള്ള തീരത്തേക്കായിരിക്കും ഈ കണ്ടെയ്നറുകൾ ഒഴുകിയെത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് നിലവിൽ അനുമാനിക്കുന്നത്. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണോ നടക്കുന്നത്? കൊച്ചിയിൽ അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് കിരൺകുമാർ അവിടെ നിന്നും നൽകുന്ന വിവരം. കോഴിക്കോട്ടെ തീരങ്ങൾ സംബന്ധിച്ചുള്ള സാഹചര്യം എങ്ങനെയാണ്? അതോടൊപ്പം ഈ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യനില കൂടി. തീർച്ചയായും രോഹിണി, ആദ്യം പറയേണ്ടത് ഈ മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനം, അതിൽ തീ അണയ്ക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെ വലിയ ആശങ്ക ഉണർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഈ 4 നാവികരെ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് ഇതിന്റെ അകത്തുള്ള വസ്തുക്കൾ, ഈ കണ്ടെയ്നറുകൾ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ എടുത്തു നീക്കുകയോ അല്ലെങ്കിൽ ഈ കപ്പലിലെ ഓക്സിജന്റെ സാന്നിധ്യം ഇല്ലാതാക്കുകയോ ചെയ്താൽ മാത്രമേ ഈ തീ അണയ്ക്കാൻ കഴിയുകയുള്ളൂ എന്നൊരു കാര്യം തന്നെയാണ് ഈ അധികൃതരിൽ നിന്നും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. രോഹിണി, ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്
പറയുന്നത് ഈ കപ്പൽ തണുപ്പിക്കുക, അതായത് വാട്ടർ ജെറ്റ് ഉപയോഗിച്ച് ഈ കപ്പൽ തണുപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ മുതൽ നാവികസേനയുടെ ഒക്കെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ശ്രമം നടന്നിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ വിജയിക്കാത്ത അല്ലെങ്കിൽ തീ അണയ്ക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നൊരവസ്ഥയാണ് നിലവിലുള്ളത്. മാത്രമല്ല നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇതിലെ വസ്തുക്കൾ വലിയ രീതിയിൽ പൊട്ടിത്തെറി ഉണ്ടാക്കും എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉദ്യോഗസ്ഥർ ഉള്ളത് എന്ന് തന്നെയാണ്. എന്തായാലും ആ ശ്രമം ഒരു വഴിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ കാണാതായ 4 നാവികരെ കണ്ടെത്തുവാനുള്ള ശ്രമവും ഊർജ്ജമായി നടക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 18 പേരുടെ ആരോഗ്യനില കുഴപ്പമില്ലാതെ തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിൽ 2 പേരുടെ, അതായത് ചൈനീസ് പൗരന്മാരിൽ ഒരാളുടെയും മറ്റൊരാളുടെയും ആരോഗ്യനിലയിൽ, അതായത് ആന്തരിക അവയവങ്ങളിലൊക്കെ തന്നെയും വലിയ രീതിയിൽ പൊള്ളലേറ്റിരുന്നു എന്നൊരു കാര്യം തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ആരോഗ്യനില തൃപ്തികരമാണ് എന്നൊരു ശുഭവാർത്ത തന്നെയാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതേസമയത്ത് ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ആശങ്ക ഈ വാർത്ത എത്തിയിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് രോഹിണി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തീരങ്ങളിലൊക്കെ തന്നെയും ഇത് അടിയാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെയും ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട്. എന്നാൽ അത്തരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നൊരു കാര്യം തന്നെയാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ തീ അണയ്ക്കുവാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രിയൊക്കെ തന്നെയും ഈ ശ്രമങ്ങൾ നടന്നിരുന്നു. പക്ഷേ ഈ വെളിച്ചക്കുറവും അതുപോലെ തന്നെ രാത്രിയായ ഒരു സാഹചര്യം ഒക്കെ തന്നെയും അതിനെ പ്രതികൂലമായി ബാധിച്ചിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും വലിയൊരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആ കണ്ടെയ്നറുകൾ എടുത്തു മാറ്റുകയോ അല്ലെങ്കിൽ അതിന്റെ ഓക്സിജൻ സാന്നിധ്യം ഇല്ലാതാക്കുകയോ ചെയ്താൽ മാത്രമേ ഈ തീ അണയ്ക്കാൻ കഴിയുകയുള്ളൂ എന്നൊരു കാര്യം തന്നെയാണ് ഈ അധികൃതരിൽ നിന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഈ സേനകൾക്കൊന്നും തന്നെ ഈ കപ്പലിന്റെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. ചിലപ്പോൾ ഈ കപ്പൽ ചെരിയുവാനുള്ള ഒരു സൂചന അല്ലെങ്കിൽ മറിഞ്ഞ കടലിലേക്ക് പതിക്കുവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നൊരു ശുഭ വാർത്ത കൂടി ഈ സമയത്ത് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. രോഹിണി. ശരി ദിസ്ന. കേരള തീരത്ത് തീ പിടിച്ച കപ്പലിൽ രക്ഷാദൌത്യം അതീവ ദുഷ്കരമായി തന്നെ തുടരുകയാണ്. കത്തുന്ന വസ്തുക്കളാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. കോഴിക്കോടിനും കൊച്ചിക്കും ഇടയിലുള്ള തീരത്തേക്ക് കണ്ടെയ്നറുകൾ ഒഴുകിയെത്താനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം ഈ കടലിൽ വീണ 4 നാവികർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. മംഗലാപുരത്ത് ചികിത്സയിലുള്ള 18 പേരിൽ 2 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു. കൊച്ചിയിൽ നിന്ന് കിരൺകുമാറും കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷുമാണ് വിവരങ്ങൾ നൽകിയത്. 2024 വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ സ്വത്ത് മറച്ചുവെച്ച സംഭവത്തിൽ പ്രിയങ്ക വാദ്രയ്ക്കെതിരെ നിയമ പോരാട്ടം തുടരുമെന്ന് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായിരുന്ന നവ്യ ഹരിദാസ്. ഹൈക്കോടതിയിൽ നവ്യ നൽകിയ ഹർജിയിൽ പ്രിയങ്കയ്ക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടുള്ളതിനാലാണ് പ്രിയങ്കയ്ക്ക് കൃത്യമായ വിവരം നൽകാൻ കഴിയാതിരുന്നതെന്നും മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ നവ്യ ഹരിദാസ് പറഞ്ഞു. ശിവദാസ് കന്മനം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ അനധികൃത സ്വത്ത് സമ്പാദനത്തിലും സ്വത്ത് മറച്ചുവെച്ച സംഭവത്തിലും അന്ന് NDAയുടെ സ്ഥാനാർത്ഥിയായിരുന്ന നവ്യ ഹരിദാസ് ഹൈക്കോടതിയിൽ കേസ് നൽകിയിരുന്നു. ഈ കേസിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ഇപ്പോൾ അവരോട് ചോദിച്ചറിയാം. ഇപ്പോൾ നവ്യ ഹരിദാസ് തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് അന്ന് പ്രിയങ്ക വാദ്രയ്ക്കെതിരെ നൽകിയ കേസിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി? അന്ന് ഞങ്ങൾ നൽകിയിരുന്ന കേസിൻ്റെ ഫസ്റ്റ് ഹിയറിംഗ് ആണ് ഇന്ന് നടന്നിട്ടുള്ളത്. ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഞങ്ങൾ നൽകിയിരിക്കുന്ന പെറ്റീഷൻ ആ ഫയലുകളെല്ലാം സ്വീകരിച്ചിരിക്കുകയാണ്. അതുകൂടാതെ ശ്രീമതി പ്രിയങ്ക വദ്ര നേരിട്ട് ഹാജരാകണമെന്നുള്ള സമ്മൻസ് ഇന്ന് പുറപ്പെടുവിക്കും. അവരുടെ പിന്നെ സ്വത്ത് സമ്പാദനത്തിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കോടതിയിൽ സമർപ്പിച്ചിരുന്നു? തീർച്ചയായിട്ടും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അടക്കമാണ് ഞങ്ങൾ സമർപ്പിച്ചിട്ടുള്ളത്. അന്ന് അവർ നോമിനേഷൻ പേപ്പറിൽ ഫയൽ ചെയ്യാതിരുന്ന പല രേഖകളും, അത് മൂവബിൾ പ്രോപ്പർട്ടീസ് ഉണ്ട്, ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ഉണ്ട്. മൂവബിൾ പ്രോപ്പർട്ടീസ് ഏക്കർ കണക്കിന് ലാൻഡ്. എടുത്തു പറയേണ്ടത് ഹരിയാനയിലെ ഫരീദാബാദിലെ ഭൂരിഭാഗം പ്രദേശവും അവരുടെ അണ്ടറിലായി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ രേഖകൾ സഹിതം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ശ്രീമതി പ്രിയങ്ക വാദ്രയുടെ പേരിലും അവരുടെ ഭർത്താവ് ശ്രീ റോബർട്ട് വദ്രയുടെ പേരിലുള്ള സ്വത്ത് വിവരങ്ങളും ഞങ്ങൾ കോടതി മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. അത് കൂടാതെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പം നിരവധിയായിട്ടുള്ള ഇക്വിറ്റി ഷെയർസും മ്യൂച്വൽ ഫണ്ടുകൾ, ഷെയറുകൾ, അത് കൂടാതെ നിരവധി കമ്പനികളുടെ ഓഹരികൾ തുടങ്ങിയിട്ടുള്ള വിവരങ്ങൾ, അതൊക്കെ അതിൻ്റെ കൃത്യമായിട്ടുള്ള രേഖകൾ സഹിതം ഹൈക്കോടതി മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. സ്വത്ത് മറച്ചുവെക്കാൻ കാരണം ഇങ്ങനെ അനധികൃതമായി സമ്പാദിച്ചത് കൊണ്ടായിരിക്കുമോ?
തീർച്ചയായിട്ടും ഗാന്ധി കുടുംബം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഓരോ ഇലക്ഷനെയും നേരിട്ട് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. അതായത് ഒരു ഇലക്ഷൻ നോമിനേഷൻ ഫയൽ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇതിൻ്റെ രേഖകൾ സമർപ്പിക്കാൻ സാധിക്കാത്തതും അനധികൃതമായിട്ട് കൈപ്പറ്റിയിരിക്കുന്ന സ്വത്ത് വിവരങ്ങൾ തന്നെയാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ കേസിൻ്റെ അടുത്ത ഘട്ടം എപ്പോഴാണ്? അത് നെക്സ്റ്റ് ഓഗസ്റ്റിലേക്കാണ് അടുത്ത പോസ്റ്റിംഗ് വന്നിട്ടുള്ളത്. ക്യാമറാമാൻ മനോബിനൊപ്പം ശിവദാസ് കന്മനം, ജനം, നിലമ്പൂർ. അംഗം മുറുകുന്നു. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും വർഗീയത ആയുധമാക്കി ഇടത് വലത് മുന്നണികൾ. ജമാഅത്തെ ഇസ്ലാമി, PDP അടക്കമുള്ള മതമൗലികവാദ സംഘടനകളുടെ പിന്തുണയോടെയാണ് ഇരു മുന്നണികളും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇതോടെ ഇരു മുന്നണികളുടെയും മുഖ്യ പ്രചാരണ ആയുധം വർഗീയതയായി മാറി. ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അംഗം മുറുകുമ്പോൾ നമുക്കറിയാം UDFും LDFും സ്വീകരിക്കുന്ന നയം ഏതു രീതിയിൽ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം PDP പീഡിത വിഭാഗം എന്നുള്ള ന്യായീകരണവുമായി CPM സംസ്ഥാന സെക്രട്ടറി തന്നെ രംഗത്തെത്തുന്നു. ജമാഅത്തെ ഇസ്ലാമി അത്ര വലിയ വർഗീയ പാർട്ടിയൊന്നുമല്ല എന്നുള്ള വിശദീകരണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശനും രംഗത്തെത്തുന്നു. അങ്ങനെ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന രണ്ട് മുഖ്യ കക്ഷികളായി LDFും UDFും മാറുകയാണോ നിലമ്പൂരിൽ? തീർച്ചയായും അത്തരത്തിൽ തന്നെ വർഗീയതയെ വളർത്തുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ താലോലിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകളാണ് ഇപ്പോൾ നിലമ്പൂരിലും നമുക്ക് കാണാൻ കഴിയുന്നത്. LDFും UDFും അത്തരത്തിലുള്ള നിലപാടുകളുമായാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി UDFിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെ PDP LDFിനും പിന്തുണ പ്രഖ്യാപിച്ചു. ഇതോടെ ഈ രണ്ട് സംഘടനകളെയും രാഷ്ട്രീയ പാർട്ടികളെയും ന്യായീകരിക്കുന്ന നിലപാടുകളാണ് ഈ മുന്നണികൾ എടുത്തിരിക്കുന്നത്. നമുക്കറിയാം, മുൻപും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത്തരത്തിലുള്ള സംഘടനകളെ, പ്രത്യേകിച്ച് മതമൗലികവാദ സംഘടനകളെ കൂടെ ചേർത്ത് നിർത്തിയിട്ടുള്ള പ്രചാരണമാണ് ഇടത് വലത് മുന്നണികൾ സ്വീകരിച്ചിരുന്നത്. ഈ നിലമ്പൂരിലും അതുതന്നെ ആവർത്തിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി മുൻപുള്ള അത്ര തീവ്രമായ ഒരു നിലപാടുകൾ എടുക്കുന്നില്ല എന്നാണ് ഇപ്പോൾ UDF പറയുന്നത്. മുൻപ് അവർ അത്തരത്തിലുള്ള മത രാഷ്ട്രത്തിന് വേണ്ടി വാദിച്ചിരുന്നു. പക്ഷേ അവരുടെ നിലപാടുകൾ മാറി എന്നാണ് ഇപ്പോൾ UDF പറയുന്നത്. അതായത് ഇപ്പോൾ UDFിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ UDFിന് പിന്തുണ നൽകിക്കൊണ്ടാണ് ഇപ്പോൾ നിലവിൽ നിലമ്പൂരിൽ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുന്നത്. പിന്തുണ അവർ പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് VD സതീശൻ ആ രീതിയിൽ പ്രതികരിക്കുന്നു. അതോടൊപ്പം തന്നെ PDP, നമുക്കറിയാം PDP അബ്ദുൽ നാസർ മദനി ചെയർമാൻ കൂടിയായ ഒരു സംഘടനയാണ്, രാഷ്ട്രീയ പാർട്ടിയാണ്. കോയമ്പത്തൂർ സ്ഫോടന കേസിൽ അദ്ദേഹം ഇപ്പോഴും ജയിലിലാണ്. വർഷങ്ങളായി ജയിലിൽ കഴിയുന്ന ഒരു നേതാവ് കൂടിയാണ് അബ്ദുൽ നാസർ മദനി. അദ്ദേഹം ചെയർമാനായ ഒരു പാർട്ടി കൂടിയാണ് PDP. ഈ പാർട്ടി ഇപ്പോൾ LDFിന് പിന്തുണ നൽകിയിരിക്കുന്നു. ഇതോടെ LDF അവരെ ന്യായീകരിച്ചുകൊണ്ടും രംഗത്ത് വന്നിരിക്കുന്നു. LDFിൻ്റെ പ്രധാന നേതാക്കളെല്ലാം തന്നെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മറ്റ് മന്ത്രിമാർ മുഹമ്മദ് റിയാസും അടക്കമുള്ള മറ്റ് മന്ത്രിമാർ അടക്കം PDPയെ ന്യായീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. PDP പീഡിത വിഭാഗത്തിൽപ്പെട്ട ഒരു പാർട്ടിയാണ്. അവരുടെ ഈ മുൻപുണ്ടായിരുന്ന അവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത്. നിങ്ങൾ തന്നെ, നമ്മൾ മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ തന്നെ അക്കാര്യം പരിശോധിച്ച് നോക്കൂ എന്നൊക്കെ പറഞ്ഞ് അവരെ ന്യായീകരിക്കുന്ന നിലപാടുകളാണ് ഇപ്പോൾ LDFും സ്വീകരിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ മത മൗലികവാദ സംഘടനകളെ മുന്നിൽ നിർത്തിയുള്ള ഒരു പ്രചാരണമാണ് നിലമ്പൂരിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങൾ തന്നെയാണ് പ്രധാനമായും LDFും UDFും ഇവിടെ ഉന്നയിക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയം തന്നെയാണ്. കാരണം നമുക്കറിയാം, മലപ്പുറം ജില്ല ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമായ ഒരു ജില്ല കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വർഗീയ കാർഡുകൾ ഇറക്കിക്കൊണ്ടുള്ള ഒരു പ്രചാരണമാണ് ഇവിടെ ഇടത് വലത് മുന്നണികൾ നടത്തുന്നത്. സ്ഥാനാർത്ഥികളും അതോടൊപ്പം തന്നെ ഇവിടെ പ്രചാരണത്തിന് എത്തുന്ന പ്രധാന നേതാക്കളുടെ എല്ലാം തന്നെ പ്രധാനപ്പെട്ട പ്രചാരണ ആയുധവും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ തന്നെയാണ്. മറ്റ് വികസന കാര്യങ്ങൾ പറയാൻ അവർക്ക് കഴിയില്ല. കാരണം നിലവിൽ ഭരണത്തിൽ ഇരിക്കുന്നത് LDFും അതോടൊപ്പം തന്നെ ഇവിടെ നിയമസഭാ സാമാജികനായിരുന്നത് മുൻപ് UDFും പിന്നീട് അതിനുശേഷം LDFുമായിരുന്നു. മാറി മാറി ആണ് അവിടെ ഈ നിലമ്പൂരിൽ അവർ MLA ആയി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യമായ വികസനം ഒന്നും തന്നെ ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വികസനത്തെ കുറിച്ച് കൃത്യമായി ഒന്നും പറയാതെ, അല്ലെങ്കിൽ വികസനം അവരുടെ ഒരു അജണ്ടയിലെ ഉൾപ്പെടുത്താതെ ഇത്തരത്തിലുള്ള മറ്റു പൊതുവിഷയങ്ങൾ, പ്രത്യേകിച്ച് വർഗീയതയെ താലോലിക്കുന്ന തരത്തിലുള്ള വിഷയങ്ങൾ ഊന്നി പറഞ്ഞുകൊണ്ടാണ് ഈ നിലമ്പൂരിൽ ഇടത് വലത് മുന്നണികൾ പ്രചാരണം നടത്തുന്നത്. ഇപ്പോഴും അത് തുടരുന്നുണ്ട്. അവസാന ഘട്ടം എത്തിയപ്പോൾ പോലും ഇപ്പോഴും അതേ വിഷയം തന്നെയാണ് അവർ പ്രചാരണ ആയുധമാക്കുന്നത്. ഇനി 8 ദിവസം മാത്രമാണ് നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് ഉള്ളത്.
ഉള്ളത്. ഈ മാസം 19-നാണ് തിരഞ്ഞെടുപ്പ് നടക്കുക. 23-ാം തീയതി റിസൾട്ട് പ്രഖ്യാപിക്കും. ഈ വളരെ കുറച്ച് ദിവസം മാത്രമുള്ള ഈ ദിനങ്ങളിലും അവരുടെ പ്രധാനപ്പെട്ട പ്രചാരണ ആയുധം വർഗീയത തന്നെയാണ് രോഹിണി. അതുമാത്രമല്ല ശിവദാസ്, എടുത്തു കാണിക്കാൻ വികസന നേട്ടങ്ങളൊന്നുമില്ല LDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. ഇവരെ ഏത് രീതിയിലെങ്കിലും കീഴ്പ്പെടുത്തുക അല്ലെങ്കിൽ തോൽപ്പിക്കുക എന്നുള്ളൊരൊറ്റ അജണ്ട മാത്രമേ UDF-നെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ. അതായത് രണ്ടുപേർക്കും ന്യൂനപക്ഷ പ്രീണനമല്ലാതെ മറ്റു വഴികളൊന്നുമില്ല എന്ന് തന്നെയല്ലേ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്? തീർച്ചയായും അത് നമുക്ക് കൃത്യമായി തന്നെ ഇവിടെ പ്രചാരണത്തിന് പോകുമ്പോൾ ഇടത് വലത് മുന്നണികളുടെ കൂടെ പ്രചാരണത്തിന് പോകുമ്പോൾ തന്നെ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. കാരണം അവർക്ക് പ്രത്യേകിച്ച് മലപ്പുറം ജില്ല, നിലമ്പൂർ മേഖല എന്ന് പറയുന്നത് ഭൂരിപക്ഷമായ ഒരു മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രചാരണമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. വികസനത്തെക്കുറിച്ച് പറയാൻ അവർക്ക് പ്രത്യേകിച്ച് കാര്യമായ വികസനം ഒന്നും നടപ്പാക്കാത്തത് കൊണ്ട് തന്നെ ആ വിഷയങ്ങളിൽ ഊന്നിയുള്ള പ്രചാരണം അവർക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ന്യൂനപക്ഷ പ്രീണനം ലക്ഷ്യമിട്ടുള്ള പ്രചാരണമാണ് അവർ നടത്തുന്നത്. അങ്ങനെ അത് വോട്ടാക്കി മാറ്റാനുള്ള രീതിയിലുള്ള അടവ് നയമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അത് നമ്മൾ കണ്ടിരുന്നു. ഇപ്പോഴും അത് തുടരുകയാണ്. പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ ഇടത് നേതാക്കളുമെല്ലാം തന്നെ വാർത്താ സമ്മേളനത്തിൽ അടക്കം പ്രധാനമായും പറയുന്നത് ഇത്തരം വിഷയങ്ങൾ മാത്രമാണ്. വികസന കാര്യങ്ങളിൽ ഉള്ള ഒരു ഇടപെടലോ അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളിൽ ഊന്നിയുള്ള നിലമ്പൂരിൻ്റെ പ്രശ്നങ്ങളൊന്നും തന്നെ അവർക്ക് പറയാനില്ല. നമുക്കറിയാം, നിലമ്പൂർ ഒരു മലയോര മേഖല കൂടിയാണ്. നിരവധി പ്രശ്നങ്ങൾ ഈ മലയോര മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കൃഷി ഉപജീവന മാർഗമായി സ്വീകരിച്ച നിരവധി ആളുകൾ ഈ നിലമ്പൂരിൽ ഉണ്ട്. അതോടൊപ്പം തന്നെ വന്യജീവി ശല്യം രൂക്ഷമായ ഒരു മേഖല കൂടിയാണ്. നിരവധി പേരുടെ ജീവൻ ഇത്തരത്തിൽ കാട്ടാന ആക്രമണത്തിലും മറ്റും നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യങ്ങളിലൊന്നും തന്നെയുള്ള ഒരു ഇടപെടലും അവർക്ക് ഇതുവരെ നടത്താൻ കഴിഞ്ഞിട്ടില്ല, ഇപ്പോൾ നടത്തുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ തൊടാതെയാണ് അവരുടെ ഒരു പ്രചാരണം, പ്രത്യേകിച്ച് ന്യൂനപക്ഷ പ്രീണനം ലക്ഷ്യമിട്ടുള്ള ഒരു പ്രചാരണം ആണ് അവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ആയുധം. മലയോര മേഖലയിലെ ഈ പ്രശ്നങ്ങളൊന്നും തന്നെ അവർ എടുത്തു പറയുന്നില്ല. കാരണം ജനങ്ങളുടെ വലിയൊരു പ്രതിഷേധം ഈ ഒരു വിഷയത്തിൽ അവർക്ക് നേരെ ഉയരുന്നുണ്ട്. കാരണം നിലവിൽ ഭരണ സാരഥികളായി ഉള്ളത് LDF ആണ്. അതോടൊപ്പം തന്നെ മുൻപും ഇവിടെ UDF-ഉം LDF-ഉം മാറി മാറി ഭരിച്ച ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് UDF-നും ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് കൂടുതലൊന്നും തന്നെ പറയാൻ കഴിയുന്നില്ല. കാരണം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉള്ള ഒരു പ്രതിഷേധം ഈ വിഷയത്തിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ പ്രീണനം ലക്ഷ്യമിട്ടുള്ള ഒരു വർഗീയത ആയുധമാക്കിയുള്ള ഒരു പ്രചാരണമാണ് LDF-ൻ്റെയും UDF-ൻ്റെയും ഭാഗത്തു നിന്നും നമുക്ക് നിലമ്പൂരിൽ നിന്നും അവസാന ഘട്ടത്തിലേക്ക് തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം എത്തുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്. രോഹിണി, അതെ, ശരി. ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് ഇനി ഒരാഴ്ച മാത്രം ബാക്കി. ഉപതെരഞ്ഞെടുപ്പിലേക്ക് നയിച്ച വിഷയങ്ങൾ സംസ്ഥാനമൊട്ടാകെ ചർച്ച ചെയ്തതാണ്. ആ ചർച്ചകൾ എന്തൊക്കെയെന്നും അതിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നുവെന്നും നമുക്ക് നോക്കാം. നിലമ്പൂരിൽ നിന്ന് ഗോകുൽ K വേണുഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ADGP MR അജിത്കുമാറിനും മലപ്പുറം മുൻ SP സുജിത് ദാസിനുമെതിരെ ആരോപണങ്ങളുമായി PV അൻവർ രംഗത്ത് വന്നപ്പോഴൊന്നും നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പുണ്ടാകുമെന്ന് ആരും കരുതിയതല്ല. എന്നാൽ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയിലേക്കും അതുവഴി മുഖ്യമന്ത്രിയിലേക്കും നീണ്ടതോടെയാണ് PV അൻവറിന്റെ രാജിക്കും അതുവഴി ഒരു ഉപതെരഞ്ഞെടുപ്പിനും കളമൊരുങ്ങിയത്. അന്നുവരെ ദൈവത്തെ പോലെ കണ്ട പിണറായി വിജയൻ പിന്നീട് അൻവറിന്റെ 1-ാം നമ്പർ ശത്രുവായി. പിണറായിസത്തിനും മരുമോനിസത്തിനുമെതിരെ അൻവർ പോരാടാൻ ഉറച്ചു. MLA സ്ഥാനം രാജിവെച്ചിറങ്ങിയ പോരാട്ടത്തിൽ അൻവർ ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും UDF-ഉമായുള്ള സഹകരണമാണ്. മുസ്ലിം ലീഗ് വഴി പലതവണ ശ്രമം നടത്തിയെങ്കിലും VD സതീശൻ ഉടക്കി. അൻവർ VD സതീശനെതിരെയും യുദ്ധം പ്രഖ്യാപിച്ചു. സതീശനിസത്തിനെതിരെ ഇപ്പോൾ കളത്തിൽ 4 പേരുണ്ട്. അഡ്വക്കേറ്റ് മോഹൻ ജോർജ്, M സ്വരാജ്, ആര്യാടൻ ഷൗക്കത്ത്, PV അൻവർ. പ്രചാരണവും ആരോപണ പ്രത്യാരോപണങ്ങളും കൊഴുക്കുന്നുമുണ്ട്. ഉപതെരഞ്ഞെടുപ്പിലേക്ക് നയിച്ചതുൾപ്പെടെ കഴിഞ്ഞ ഒരു വർഷക്കാലമായി PV അൻവർ മാധ്യമങ്ങളിൽ നിറയുന്നുണ്ടെങ്കിലും നിലമ്പൂരിൽ പുതിയ ചർച്ചകൾ ഉരുത്തിരിഞ്ഞു കഴിഞ്ഞു. കൂട്ടുകാർക്കൊപ്പം മീൻ പിടിക്കാൻ പോയ വഴിക്കടവ് വെള്ളക്കെട്ടയിലെ അനന്തു അനധികൃതമായി സ്ഥാപിച്ച പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചപ്പോൾ
നിലമ്പൂർ ജനത തങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് കണ്ടു തുറന്നു. രൂക്ഷമായ വന്യമൃഗശല്യം നിലമ്പൂരിന്റെ പേരിനൊപ്പം എന്നും ഉയർന്നു കേൾക്കുന്നതാണ്. പരിഹാരമുണ്ടായിട്ടില്ല. അനധികൃത പന്നിക്കെണികളെക്കുറിച്ച് പ്രദേശവാസികൾ KSEBിയിൽ പരാതി പറഞ്ഞിരുന്നു. ഒരന്വേഷണം പോലും ഉണ്ടായില്ല. കാടിറങ്ങുന്ന വന്യജീവികളാലും അവയെ പിടിച്ചുവിറ്റ് പണമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരാലും നിലമ്പൂരിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെയും ഉറക്കം കെട്ടു. മനുഷ്യജീവന് ഭീഷണിയാകുന്ന വന്യജീവികളെ കൊല്ലാൻ സംസ്ഥാനത്തിന് അധികാരമുണ്ടെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞതോടെ കാരണക്കാർ ആരെന്ന് ചൊല്ലി നിലമ്പൂരിലും തർക്കമുടലെടുത്തു. UDF ഭരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്തിലേക്ക് LDFും KSEB ഓഫീസിലേക്ക് UDFും സമരം നടത്തി. തിരഞ്ഞെടുപ്പായതിനാൽ അനന്തുവിന്റെ മരണം രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുന്ന പ്രതീതി ഇവിടെ രൂപപ്പെട്ടു. തിരഞ്ഞെടുപ്പായതിനാലല്ലേ അനന്തുവിന്റെ വീട് തേടി നേതാക്കൾ വരുന്നതെന്ന് ജനങ്ങൾ ചോദിച്ചും തുടങ്ങി. ഈ ചർച്ചകൾ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് കരുതിയാകാം മുസ്ലിം സംഘടനകളെ കൂടെ നിർത്താൻ CPMും കോൺഗ്രസും ശ്രമിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ടെന്ന് പറയില്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും PDP ജമാഅത്തെ ഇസ്ലാമിയെ പോലെ തീവ്രവാദ സംഘടനയല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ഇരു മുന്നണികളും ഒളിച്ചോടുകയാണെന്ന വിമർശനവുമായി BJP രംഗത്തു വന്നു. മത്സരം ഏകപക്ഷീയമാവില്ലെന്ന സൂചനകളാണ് ഇപ്പോൾ നിലമ്പൂരിലുള്ളത്. മുനമ്പം സമരവുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നിലപാടും സ്വാമി അയ്യപ്പൻ മാളികപ്പുറത്തെ വിവാഹം കഴിച്ചെന്ന M സ്വരാജിന്റെ പഴയ പ്രസംഗവും കോൺഗ്രസിൽ നിന്നും CPMിൽ നിന്നും വോട്ടുകൾ BJPയിലേക്ക് മറിയാൻ ഇടയുണ്ട് എന്ന വിലയിരുത്തലിലെത്തി. അതിനാലാവാം ചെറിയ വോട്ട് ബാങ്കുകളാണെങ്കിലും ആരെയും കൂടെ നിർത്താൻ മുന്നണികൾ ശ്രമിക്കുന്നത്. നാടിന്റെ മതേതരത്വത്തിന് ഭീഷണിയാണെന്ന ആരോപണം നേരിടുന്ന ജമാഅത്തെ ഇസ്ലാമിയെ UDFും PDPയെ LDFും സ്വയം വരിക്കാൻ തയ്യാറാകുന്നു എന്ന നിലയിലേക്ക് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് എത്തിച്ചേർന്നിരിക്കുന്നു. മണ്ഡലത്തിലെ യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഗണിക്കാതെ സേഫ് സോണുകൾ തേടിപ്പോകുന്ന ഇടതു വലത് മുന്നണികൾക്ക് നിലമ്പൂർ ജനത കരുതി വച്ചിരിക്കുന്നത് എന്തെന്നറിയാൻ കാത്തിരിക്കാം. ക്യാമറമാൻ PR മനൂപിനൊപ്പം ഗോകുൽ K വേണുഗോപാൽ, ജനം, നിലമ്പൂർ. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം രണ്ടാം ഘട്ടത്തിലെത്തിയിട്ടും ചലനമുണ്ടാക്കാനാകാതെ മുൻ MLA PV അൻവർ. പ്രചാരണത്തിന് അണികളില്ലാത്തതാണ് അൻവറിന് ലഭിച്ച തിരിച്ചടി. ഇടത് വലത് മുന്നണികളെ വെല്ലുവിളിച്ച് മത്സര രംഗത്തിറങ്ങിയ അൻവറിന് ജനങ്ങൾക്കിടയിൽ മതിപ്പില്ലാത്തതും പ്രതികൂല സാഹചര്യം സൃഷ്ടിക്കുന്നതായാണ് വിലയിരുത്തൽ. ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്ക് നയിച്ച ഘടകങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അതിലേക്ക് നയിച്ച PV അൻവറിന് എന്നാൽ ഒരു ചലനവും ഇന്നേ വരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പച്ചപ്പരമമായ ഒരു സത്യവും. എങ്ങനെ നമുക്ക് വിലയിരുത്താം? രോഹിണി, നമുക്കറിയാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്നത് PV അൻവർ രാജി വെച്ചതുകൊണ്ടാണ്. LDFിൻ്റെ ഭാഗമായി മത്സരിച്ചാണ് 2016 മുതൽ PV അൻവർ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇവിടെ നിയമസഭാ സാമാജികനായി ഉണ്ടായിരുന്നത്. 2016 അദ്ദേഹം ആര്യാടൻ ഷൗക്കത്തിനെ പരാജയപ്പെടുത്തി LDFിൻ്റെ ഭാഗമായി LDFിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചു. അതിനുശേഷം പിന്നീട് 2021 LDF സ്വതന്ത്രനായി മത്സരിച്ച് PV അൻവർ തന്നെയാണ് ഇവിടെ നിന്നും വിജയിച്ചത്. അന്ന് DCC പ്രസിഡന്റായിരുന്ന VV പ്രകാശിനെ 2700 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് PV അൻവർ ഇവിടെ വിജയിച്ചത്. അതിനുശേഷം പിന്നീട് മുഖ്യമന്ത്രിയെ അടക്കം വലിയ രീതിയിൽ തന്നെ വിമർശിച്ചുകൊണ്ട് മാസങ്ങൾക്ക് മുൻപാണ് PV അൻവർ ഇവിടെ രാജിവെച്ചത്. അതിനുശേഷമാണ് ഇവിടെ ഒരു തിരഞ്ഞെടുപ്പ് ആസന്നമായത്. LDFിനെ രൂക്ഷമായി വിമർശിക്കുകയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ അടക്കം വലിയ രീതിയിൽ ശക്തമായി തന്നെ വിമർശിക്കുകയും ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹം രാജിവെച്ചു. അതിനുശേഷം UDFിലേക്ക് ചേക്കേറാനുള്ള ഒരു നീക്കമാണ് അൻവറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. പക്ഷേ പല വഴികൾ നോക്കിയിട്ടും അതൊന്നും തന്നെ നടന്നില്ല. മുസ്ലിം ലീഗ് വഴി വലിയ രീതിയിൽ തന്നെ ചരട് വലിച്ചെങ്കിലും UDF പ്രവേശനം അത് അസാധ്യമായി നിന്നു. അതിനുശേഷം PV അൻവർ DMKയുടെ ഭാഗമാകാനുള്ള നീക്കം നടത്തി. തമിഴ്നാട്ടിൽ പോയി DMKയുടെ നേതാക്കളെ കണ്ടു. പിന്നീട് കുറച്ച് ദിവസം മാത്രം DMKയുടെ ഭാഗമായി അവരുടെ മുന്നണിയിൽ എടുത്തില്ല. കേരളത്തിൽ അത്തരത്തിലുള്ള DMKയുടെ ഭാഗമാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ആ രീതിയിലുള്ള ഒരു പ്രചാരണം നടത്തി. അതിനുശേഷം പിന്നീട് ബംഗാളിലെത്തി തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായി മാറുകയായിരുന്നു. ഇങ്ങനെ നിലപാടുകൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു അൻവർ. UDF മുന്നണി പ്രവേശനത്തിന് അതിനുശേഷവും ശ്രമിച്ചിരുന്നു. പക്ഷേ ഈ UDF മുന്നണി പ്രവേശനം അസാധ്യമായി. അങ്ങനെ അവസാന ഘട്ടത്തിൽ താൻ മത്സരിക്കുന്നില്ല, തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് ശേഷവും താൻ മത്സരിക്കുന്നില്ല എന്നാണ് PV അൻവർ പറഞ്ഞിരുന്നത്. തൻ്റെ കയ്യിൽ അതിനുള്ള പണമില്ല എന്ന് PV അൻവർ പറഞ്ഞിരുന്നു. പിന്നീട്
അതിന് തൊട്ടടുത്ത ദിവസം തന്നെ പി വി അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. താൻ മത്സരിക്കുന്നുണ്ട്, പല കോണുകളിൽ നിന്നും പല ആളുകളുടെയും ആവശ്യമാണ് താൻ മത്സരിക്കേണ്ടത് എന്ന് പറഞ്ഞ് പി വി അൻവർ വീണ്ടും മത്സര രംഗത്തേക്ക് വരികയാണ് ഉണ്ടായത്. അതിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായി നൽകിയിരുന്ന നോമിനേഷൻ തള്ളി പിന്നീട് അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഇപ്പോൾ മത്സരിക്കുന്നത്. പി വി അൻവർ രാജിവെച്ചതുകൊണ്ടാണ് ഇവിടെ മത്സരം വന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. പിന്നീട് വീണ്ടും അതേ സ്ഥാനത്തേക്ക് തന്നെയാണ് പി വി അൻവർ വീണ്ടും മത്സരിക്കാൻ രംഗത്ത് വന്നിരിക്കുന്നത്. പക്ഷേ നിലവിൽ പി വി അൻവറിനെ സംബന്ധിച്ച് വലിയ ഒരു വെല്ലുവിളി തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം അണികൾ അദ്ദേഹത്തോടൊപ്പമില്ല. പ്രചാരണ രംഗത്ത് ഇപ്പോഴും അൻവർ സജീവമായിട്ടില്ല. ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണം എത്തിയപ്പോഴും അൻവറിൻ്റെ ഒരു കാര്യമായ ഒരു പ്രചാരണം ഒന്നും തന്നെ നമുക്ക് ഈ മണ്ഡലത്തിൽ എവിടെയും കാണാൻ കഴിയുന്നില്ല. ഒരു കൺവെൻഷൻ പോലും വിളിച്ചുകൂട്ടാൻ അൻവറിന് കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ മറ്റ് പ്രധാന നേതൃയോഗങ്ങളോ മറ്റു ഒന്നും തന്നെ അൻവറിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടാകുന്നില്ല. താഴെത്തട്ടിലുള്ള ഒരു പ്രചാരണവും നടക്കുന്നില്ല. കാരണം അത്തരത്തിലുള്ള ഒരു അണികളുടെ പിന്തുണ ഇല്ലാത്തത് തന്നെയാണ് അൻവറിന് വലിയ തിരിച്ചടിയാകുന്നത്. ഇനി വെറും 8 ദിവസം മാത്രമാണ് ഈ ഉപതെരഞ്ഞെടുപ്പിന് ഉള്ളത്. 19-ാം തീയതിയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അൻവറിനെ സംബന്ധിച്ച് അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി കൂടി നിശ്ചയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടി ആണ് ഇത് എന്നതിൽ തർക്കമില്ല. കാരണം മുന്നണി പ്രവേശനം നടന്നില്ല. അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ പരാജയപ്പെടുകയാണെങ്കിൽ അത് അൻവറിന് ഒരു വലിയ തിരിച്ചടി തന്നെയാകും എന്നതിൽ തർക്കമില്ല. രോഹിണി, അതെ, ശരിയാണ്. ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ശ്രീചിത്രയിലെ പ്രതിസന്ധികൾ ഒഴിയുന്നു. പ്രധാന ശസ്ത്രക്രിയകൾ തിങ്കളാഴ്ച മുതൽ പുനരാരംഭിക്കും. അമൃത് ഫാർമസിയുമായി കരാറിലേർപ്പെട്ട് ഉപകരണങ്ങൾ എത്തിക്കും. ഇന്നലെ തന്നെ സാധാരണ ശസ്ത്രക്രിയകൾ വീണ്ടും ആരംഭിച്ചിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലാണ് നടപടിക്ക് കൂടുതൽ സഹായകരമായത്. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, തിരുവനന്തപുരം ശ്രീചിത്രയിലെ പ്രതിസന്ധികൾ ഒഴിയുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലും വലിയ രീതിയിൽ ഫലം കണ്ടിട്ടുണ്ട്. എന്തായാലും ശസ്ത്രക്രിയകളടക്കം പുനരാരംഭിക്കുന്നത് എപ്പോഴായിരിക്കും? പ്രതിസന്ധികളെല്ലാം നീക്കം ചെയ്തതിന്റെ സാധാരണ നിലയിലേക്ക് പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുന്നത് ഒരാഴ്ചയ്ക്കകം തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? ശ്രീചിത്രയിലെ നില സാധാരണ നിലയിലേക്ക് എത്തും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വലിയ രീതിയിലൊരു പ്രതിസന്ധി രൂപപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. മേജർ ശസ്ത്രക്രിയകളടക്കം മുടങ്ങുന്ന സാഹചര്യം ഇത് വലിയ രീതിയിൽ വിവാദമാവുകയും ഒക്കെ ചെയ്തിരുന്നു. കാരണം ഈ സർജറിക്കുള്ള ഉപകരണങ്ങളുടെ അടക്കം അപര്യാപ്തത വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രെയിൻ സർജറി അടക്കമുള്ള ഗുരുതരമായിട്ടുള്ള അസുഖങ്ങൾക്കടക്കം നടത്തേണ്ട ശസ്ത്രക്രിയകളടക്കം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകുകയും വലിയ രീതിയിൽ വിവാദങ്ങൾക്കുണ്ടാകുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നാലെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഇടപെടുന്നത്. ഈ വിഷയത്തിൽ ഇടപെടുകയും ഇതുമായി ബന്ധപ്പെട്ട അധികൃതരുമായെല്ലാം സംസാരിക്കുകയും ചെയ്തു. തുടർന്ന് ഈ വിഷയം കേന്ദ്ര സർക്കാരിന് മുന്നിൽ എത്തിക്കാമെന്നതടക്കമുള്ള ഉറപ്പ് നൽകുകയും ചെയ്തു. തുടർന്നാണ് ഇത്തരത്തിൽ മരുന്നുകൾ സപ്ലൈ നടത്തുന്ന അമൃത് ഫാർമസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരുന്നുകളും അതോടൊപ്പം തന്നെ ആവശ്യമായ നിലവിലെ ആവശ്യത്തിന് എന്തൊക്കെ ഉപകരണങ്ങളാണോ ആവശ്യമായി വേണ്ടത് അതെല്ലാം എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്നൊരു ഉറപ്പ് നൽകുകയും ചെയ്തു. ഇതോടുകൂടിയാണ് നിലവിലെ പ്രതിസന്ധിക്ക് അല്പമെങ്കിലും ഒരു ആശ്വാസം ഉണ്ടാകുന്നത്. എന്തായാലും അധികം വൈകാതെ തന്നെ മറ്റ് ശസ്ത്രക്രിയകളടക്കം നടത്തുവാനുള്ള അല്ലെങ്കിൽ ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്ന ശസ്ത്രക്രിയകളടക്കം പുരോഗമിക്കുവാനുള്ള ഒരു നടപടിയിലേക്കൊക്കെ എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത തിങ്കളാഴ്ചയോടുകൂടി തന്നെ ഇതിലൊരു പൂർണ്ണമായും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന നിലയിലേക്കാണെങ്കിൽ ഒരു സാധാരണ നിലയിലേക്ക് നിലയിലേക്ക് എത്തും എന്ന് തന്നെ വേണം പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും നടപടിക്രമങ്ങൾ ഓരോന്നായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് ഇതിനകത്തൊരു വലിയ ഇടപെടൽ നടത്തിയത്. ഈ വിഷയങ്ങളെല്ലാം കേന്ദ്ര സർക്കാരിന് മുന്നിൽ ധരിപ്പിക്കാമെന്നടക്കമുള്ള ഉറപ്പ് നൽകി. അതോടൊപ്പം തന്നെ അമൃത് ഫാർമസിയിൽ നിന്നും നിലവിലെ ആവശ്യം ഏത് തരത്തിലുള്ള ഉപകരണങ്ങളാണോ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളാണോ വേണ്ടത്, അതോടൊപ്പം തന്നെ മരുന്നുകൾ അടക്കമുള്ള കാര്യങ്ങൾ എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം എത്തിക്കാമെന്നൊരു ഉറപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നിലവിലെ ഒരു പ്രതിസന്ധിക്കായി വരുന്നത്. 2023 ഒരു ടെൻഡർ വിളിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ വാങ്ങണമെന്നതടക്കമുള്ള കാര്യങ്ങൾ. എന്നാൽ പിന്നീട് അത് മുന്നോട്ട് പോകാത്ത സാഹചര്യമുണ്ടായി. തുടർന്നാണ് വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധി ഈ വിഷയത്തിൽ ഉടലെടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. എന്തായാലും നിലവിൽ അല്പം ആശ്വസിക്കാൻ വകയുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കിയിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ നേരത്തെ സാധാരണ നിലയിലേക്കൊക്കെ ശ്രീചിത്രയിലെ ഓപ്പറേഷൻ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചേരും എന്ന് തന്നെയാണ് എന്തായാലും നമുക്ക് മനസ്സിലാക്കുന്നത്. അടുത്ത തിങ്കളാഴ്ചയോടെ ഇതിൽ ഒരു സാധാരണ നിലയിലേക്ക് എത്താനുള്ള എല്ലാ നടപടിക്രമങ്ങളും ഉണ്ടാകും. മറ്റു ആവശ്യമായ ഉപകരണങ്ങളെല്ലാം അവിടേക്ക് എത്തും. മരുന്നുകളുണ്ടെങ്കിൽ മരുന്നുകൾ അടക്കമുള്ളവ എത്തിക്കുവാനുള്ളൊരു നടപടിക്രമങ്ങളും ഉണ്ടാകുമെന്നും
കേന്ദ്രമന്ത്രി കൂടി ഒരു ഉറപ്പ് നൽകി, സുരേഷ് ഗോപി കൂടി ഒരു ഉറപ്പ് നൽകി. ഇതേ തുടർന്നാണ് ഇപ്പോൾ ശ്രീചിത്രയിലെ നിലവിലെ സ്ഥിതി ഒരു ശാന്തമായി അല്ലെങ്കിൽ ഒരു സാധാരണ നിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. രോഹിണി. ശരി പ്രശാന്ത്, എന്തായാലും ശ്രീചിത്രയിലെ പ്രതിസന്ധികൾ ഒഴിയുന്നു എന്നുള്ളൊരു ശുഭകരമായ വാർത്ത തന്നെയാണ് ലഭിക്കുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്. സെക്രട്ടേറിയറ്റിലെ CPM സർവീസ് സംഘടനയുടെ സമാന്തര ഫയൽ അദാലത്ത് മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്ന് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് സംഘ്. നിയമവിരുദ്ധമായ ഫയൽ അദാലത്തിന് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും മൗനം പാലിച്ചു എന്നും ആരോപണം. ജനം TV വാർത്തയ്ക്ക് പിന്നാലെ സെക്രട്ടേറിയറ്റിലെ പ്രതിപക്ഷ സംഘടനകൾ സർക്കാരിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. വിനീഷ് ചേരുന്നു. വിനീഷ്, കഴിഞ്ഞ ദിവസമാണ് ജനം TV പുറത്തുവിട്ടത് സെക്രട്ടേറിയറ്റിലെ എംപ്ലോയീസ് സർവീസ് സംഘടന അദാലത്ത് എന്നുള്ള പേരിൽ വിവിധ വകുപ്പുകളിലെ ഫയൽ വിവരങ്ങൾ ചോർത്തുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ. എന്തായാലും ഇത് മുഖ്യമന്ത്രിയുടെയും മറ്റ് മന്ത്രിമാരുടെയും മൗന അനുവാദത്തോടെ എന്നാണ് പ്രതിപക്ഷ സർവീസ് സംഘടനകൾ ആരോപിക്കുന്നത്. എങ്ങനെ വിലയിരുത്താം? നിലവിലെ സാഹചര്യത്തിൽ വലിയ പ്രതിഷേധം തന്നെയാണ് ജനം TV വാർത്ത സംപ്രേഷണം ചെയ്തതിന് പിന്നാലെ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർക്കിടയിൽ ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് പ്രതിപക്ഷ സംഘടനകൾ, പ്രതിപക്ഷ ജീവനക്കാരുടെ സർവീസ് സംഘടനകളാണ് വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായിരുന്നാലും ഫയലുകൾ നൽകണമെന്ന ആവശ്യവുമായി ഇടതുപക്ഷ പ്രത്യേകിച്ച് CPM അനുകൂല സർവീസ് സംഘടന, ജീവനക്കാരുടെ സർവീസ് സംഘടനയാണ് ആദ്യഘട്ടത്തിൽ രംഗത്തെത്തിയത്. ഫയലുകളുടെ അദാലത്ത് എന്ന പേരിലായിരുന്നു അത്. വലിയ വിവാദമാകുന്ന തരത്തിലേക്ക് ജനം TV വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ നിരവധി പ്രമുഖരും ഈ വിഷയത്തിൽ ഇടപെടുന്ന സാഹചര്യമുണ്ടായി. വകുപ്പ് തല മന്ത്രിമാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവിധ മന്ത്രിമാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ഇത് പ്രത്യേകിച്ച് ഫയലുകൾ ശേഖരിക്കുന്നത് അല്ലെങ്കിൽ ഫയലുകൾ അദാലത്ത് നടത്തേണ്ട പ്രധാന ചുമതല ഉള്ളത് സംസ്ഥാന സർക്കാരിനാണ്, അല്ലെങ്കിൽ അതാത് വകുപ്പ് മന്ത്രിമാർക്കാണ്, വകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർക്കാണ്. എന്തിനു വേണ്ടി സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഇത്തരത്തിലുള്ള ഫയലുകൾ ചോദിച്ചു എന്ന ചോദ്യം തന്നെയാണ് ഉയരുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ എംപ്ലോയീസ് സംഘ്, സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് സംഘ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അവർ വ്യക്തമാക്കുന്നത് ഇത്തരത്തിലാണ്. ഇതിലൂടെ വലിയ അഴിമതി നടത്താനാണ് ഇടതുപക്ഷ അല്ലെങ്കിൽ CPM അനുകൂല സംഘടന ശ്രമിക്കുന്നത്, സർവീസ് സംഘടന ശ്രമിക്കുന്നത് എന്ന ആക്ഷേപം തന്നെയാണ് എംപ്ലോയീസ് സംഘ് പ്രധാനമായും ഉയർത്തുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഫയലുകൾ ഈ എംപ്ലോയീസ് സംഘിൻ്റെയോ മറ്റു പ്രതിപക്ഷ സർവീസ് സംഘടനകളുടെയോ ജീവനക്കാർ ഒരു കാരണവശാലും ഫയലുകൾ ഈ ഒരു CPMൻ്റെ അനുകൂല സംഘടനയായ സർവീസ് സംഘടന ആവശ്യപ്പെടുന്നതിനനുസരിച്ച് നൽകില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഈ ജീവനക്കാർ ഇപ്പോൾ നിലനിൽക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഫയലുകൾ നൽകാത്ത ജീവനക്കാരെ വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും ഇപ്പോൾ പുറത്തുവരുന്നു, അത്തരത്തിലുള്ള ആരോപണങ്ങളും പുറത്തുവരുന്നു. ഈ സാഹചര്യത്തിൽ നിലവിലെ സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഈ ഫയലുകൾ ശേഖരിക്കാൻ സർവീസ് സംഘടനയെ CPM അനുകൂല സർവീസ് സംഘടനയെ അനുവദിക്കില്ല എന്നാണ് പ്രതിപക്ഷ സംഘടനകൾ, ഇപ്പോൾ സെക്രട്ടേറിയറ്റിനുള്ളിലെ പ്രതിപക്ഷ സംഘടനകൾ പ്രധാനമായി ഉയർത്തുന്ന നിലപാട്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ വലിയ പ്രതിഷേധമുണ്ടാകുന്നു. വകുപ്പ് മന്ത്രിമാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ വിവരങ്ങൾ ഇപ്പോൾ പറയുന്നില്ല. 2020 മുതൽ 25 വരെയുള്ള ഫയലുകൾ അദാലത്ത് എന്ന പേരിൽ സർക്കാരിൻ്റെ ഒരു ഒഫീഷ്യൽ പരിപാടി എങ്ങനെയാണോ, ഒരു ഔദ്യോഗിക പരിപാടി എങ്ങനെയാണോ നടത്തുന്നത് അതിന് സമാനമായി നടത്താനുള്ള ഒരു തീരുമാനമായിരുന്നു സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ ഭാഗത്ത് ഉണ്ടായത്. അതിനെതിരെയാണ് ഇപ്പോൾ അവിടെയുള്ള പ്രതിപക്ഷ സംഘടനകളും രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായിരുന്നാലും കഴിഞ്ഞ ദിവസം ജനം TV ആണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തുവിട്ടത്. രോഹിണി. ശരി, വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. 2022-24 വർഷ ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ അവസാന സെമസ്റ്റർ പരീക്ഷാ ഫലം ഇനിയും പ്രസിദ്ധീകരിക്കാത്തത് വിദ്യാർത്ഥികളെ വലയ്ക്കുന്നു. കഴിഞ്ഞ വർഷം നവംബറിൽ കഴിഞ്ഞ പരീക്ഷയുടെ ഫലമാണ് പ്രസിദ്ധീകരിക്കാത്തത്. അന്വേഷണങ്ങളോട് പരീക്ഷാഭവൻ ശരിയായ രീതിയിൽ പ്രതികരിക്കുന്നില്ല എന്നും പരാതിയുണ്ട്. കേരളത്തിൽ 9 കേന്ദ്രങ്ങളിലാണ് DLED ലാംഗ്വേജ് കോഴ്സുകൾ പഠിപ്പിക്കുന്നത്. സംസ്കൃതം, അറബിക്, ഉറുദു, ഹിന്ദി എന്നീ കോഴ്സുകൾക്ക് 9 കേന്ദ്രങ്ങളിലായി 1500ഓളം വിദ്യാർത്ഥികളുമുണ്ട്. സാധാരണ 2 മാസം കൊണ്ട് മൂല്യനിർണ്ണയം നടത്തി ഫലം പ്രസിദ്ധീകരിക്കാറുള്ളതാണെന്നും ഇക്കാര്യത്തിൽ തികഞ്ഞ അനാസ്ഥയാണെന്നും ABVP ആരോപിച്ചു. ഇനി ശാസ്ത്രലോകത്തെ കൗതുകകരമായ ഒരു വാർത്തയിലേക്കാണ്. പുതിയ ഗ്രഹം രൂപം കൊള്ളുന്നതിൻ്റെ അതിശയകരമായ ചിത്രങ്ങൾ പകർത്തിയിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ. ചിലിയിലെ യൂറോപ്യൻ സതേൺ ഒബ്സർവേറ്ററിയുടെ വെരി ലാർജ് ടെലസ്കോപ്പ് ഉപയോഗിച്ചാണ് ജ്യോതിശാസ്ത്രജ്ഞർ ഈ ചിത്രങ്ങൾ പകർത്തിയത്.
രൂപം കൊള്ളുന്നത് വ്യാഴത്തേക്കാൾ പല മടങ്ങ് പിണ്ഡമുള്ള ഒരു വാതക ഭീമൻ ഗ്രഹമായിരിക്കാൻ സാധ്യത എന്നാണ് വിലയിരുത്തൽ. ഈ കണ്ടെത്തലിലൂടെ സൗരയൂഥത്തിന്റെ പിറവിയെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ അടക്കം ലഭ്യമാകും എന്നാണ് പ്രതീക്ഷ. പുത്തൻപുലരിയുടെ സമയം അങ്ങനെ 1 മണിക്കൂർ പിന്നിടുമ്പോൾ നമുക്കിനി വരുന്ന മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ ഒരിക്കൽ കൂടി നോക്കി വരാം. ശുഭാൻഷു ശുക്ലയുടെ യാത്ര വീണ്ടും വൈകും. ആക്സിയം 4 ദൗത്യം വീണ്ടും മാറ്റി. റോക്കറ്റിന് സാങ്കേതിക തകരാർ. വിക്ഷേപണം നാളെ നടക്കാൻ സാധ്യത. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് തിരിച്ചടി. മൈസൂർ നഗരവികസന അഴിമതി കേസിൽ ഇഡി നിലപാട് കടുപ്പിച്ചു. കണ്ടുകെട്ടിയത് 100 കോടിയുടെ സ്വത്ത് വകകൾ. ആകെ കണ്ടുകെട്ടിയത് 400 കോടിയുടെ സ്വത്തുക്കൾ. തിരുവനന്തപുരം ശ്രീചിത്രയിൽ പ്രതിസന്ധികൾ ഒഴിയുന്നു. സാധാരണ ശസ്ത്രക്രിയകൾ തുടങ്ങി. പ്രധാന ശസ്ത്രക്രിയകൾ തിങ്കളാഴ്ച മുതൽ. അമൃത് ഫാർമസിയുമായി കരാർ. ഉപകരണങ്ങൾ ഉടനെത്തും. തുണയായത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടൽ. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും വർഗീയതായുധമാക്കി ഇടത് വലത് മുന്നണികൾ. ജമാഅത്തെ ഇസ്ലാമി, PDP അടക്കമുള്ള മതമൌലികവാദ സംഘടനകളുടെ കൂട്ടുപിടിച്ച് പ്രചാരണം. വോട്ടെടുപ്പിന് ഇനി ഒരാഴ്ച ബാക്കി. പ്രചാരണത്തിന് അണികളില്ലാതെ PV അൻവർ. നിഖാബ് ധരിക്കാത്തതിന് സൈബർ ആക്രമണം നേരിട്ട് കോഴിക്കോട് യുവതിയും മകളും. പൊതു ഇടങ്ങളിൽ പിന്തുടർന്ന് ഫോട്ടോ എടുത്തും ഉപദ്രവം. സമസ്ത AP വിഭാഗത്തിനെതിരെ ആരോപണം ഉന്നയിച്ച കുടുംബം പോലീസിൽ പരാതി നൽകി. തുർക്കിക്കെതിരെ അരയും തലയും മുറുക്കി ഭാരതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുർക്കിയുടെ എക്കാലത്തെയും വലിയ ശത്രുരാജ്യമായ സൈപ്രസിൽ. നരേന്ദ്രമോദി സൈപ്രസ് സന്ദർശിക്കുന്ന 3ാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി. ലോർഡ്സിൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക ഫൈനൽ ഇന്ന്. സ്പിന്നർമാർ നിർണായക പങ്കുവഹിക്കുമെന്ന പ്രവചനം. ടീമുകളുടെ ഫൈനൽ 11-ൽ അഴിച്ചുപണിക്കും സാധ്യത. തുർക്കിക്കെതിരെ അരയും തലയും മുറുക്കി ഭാരതം. തുർക്കിയുടെ എക്കാലത്തെയും വലിയ ശത്രുരാജ്യമായ സൈപ്രസിൽ പ്രധാനമന്ത്രി ഇന്ന് സന്ദർശനം നടത്തും. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി കാനഡയിലേക്ക് പോകും വഴിയാകും അദ്ദേഹം സൈപ്രസിലെത്തുക. തിരികെ ഭാരതത്തിലേക്ക് മടങ്ങും വഴി പ്രധാനമന്ത്രി ക്രൊയേഷ്യയും സന്ദർശിക്കും. 1974 മുതൽ സൈപ്രസുമായുള്ള തുർക്കിയുടെ ശത്രുത തുടരുകയാണ്. സൈപ്രസ് സന്ദർശിക്കുന്ന 3ാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ലോസ് ഏഞ്ചൽസ് കുടിയേറ്റ കലാപകാരികൾക്ക് മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ നഗരങ്ങളിൽ അധിനിവേശം നടത്താൻ വിദേശ ശക്തികളെ അനുവദിക്കില്ല. അമേരിക്കയിൽ അരാജകത്വം വച്ചുപൊറുപ്പിക്കുകയില്ല. ആക്രമണം നടത്തുന്നവർ അമേരിക്കയുടെ ശത്രുക്കളാണെന്നും ട്രംപ്. കുടിയേറ്റക്കാരെ കണ്ടെത്താനുള്ള റെയ്ഡിനെതിരെ 5 ദിവസമായി പ്രക്ഷോഭം കനക്കുകയാണ്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് തിരിച്ചടി. മൈസൂർ നഗരവികസന അഴിമതി കേസിൽ നിലപാട് കടുപ്പിച്ച ഇഡി. 100 കോടിയുടെ സ്വത്ത് വകകളാണ് കണ്ടുകെട്ടിയത്. ഇതുവരെ 400 കോടിയുടെ സ്വത്തുക്കളാണ് ഇഡി കണ്ടുകെട്ടിയത്. സിദ്ധരാമയ്യയുടെ ഭാര്യ പാർവതി പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന കേസിലാണ് നടപടി. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, വിശദാംശങ്ങൾ.
രോഹിണി, ഈ മൈസൂർ നഗരവികസനവുമായി ബന്ധപ്പെട്ടാണ് ഈ വലിയ ക്രമക്കേട് നടന്നതായി നേരത്തെ തന്നെ ആരോപണം ഉയർന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്ന ഘട്ടത്തിൽ ഏറ്റവും ഒടുവിൽ ഈ ഏതാണ്ട് 100 കോടി രൂപയുടെ വസ്തുവകകൾ കൂടി ഇപ്പോൾ ED ഈ കേസുമായി ബന്ധപ്പെട്ട് കണ്ടുകെട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കേസിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് ഈ മൈസൂർ നഗരവികസനവുമായി ബന്ധപ്പെട്ട് പ്ലോട്ടുകൾ കൈമാറിയതാണ് ഇതിലെ പ്രധാനപ്പെട്ട വിഷയം. ഏതാണ്ട് 3 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിന് പകരമായി അതിനേക്കാൾ മൂല്യമുള്ള സ്ഥലത്ത് 14 പ്ലോട്ടുകൾ ഈ സിദ്ധരാമയ്യയുടെ ഭാര്യ പാർവതിക്ക് കോൺഗ്രസ് സർക്കാർ നൽകി എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. ഇതിലൂടെ 3000-നും 4000-നും ഇടയിൽ കോടി രൂപയുടെ അഴിമതിയാണ് ഈ നഗരവികസനവുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ലോകായുക്ത ഈ കേസിൽ ഒരു അന്വേഷണം നടത്തുകയും ഈ സിദ്ധരാമയ്യയുടെ കുടുംബത്തിന് ക്ലീൻ ചീറ്റ് നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ കേന്ദ്ര ഏജൻസിയായ ED ഈ കേസ് വിട്ടുകൊടുക്കുന്നില്ല. ഇപ്പോഴും കടുത്ത നടപടികൾ തുടരുകയാണ്. അതാണിപ്പോൾ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനും വിശേഷിച്ച് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്കും തിരിച്ചടിയായിരിക്കുന്നത്. ശരി, ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും ശക്തമാകുന്നു. ഇന്നും നാളെയും മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 9 ജില്ലകൾക്ക് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വരും മണിക്കൂറുകളിൽ ഒറ്റപ്പെട്ട കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ട്. കല്ലാർകുട്ടി, പബ്ല ഡാമുകളുടെ ഷട്ടറുകൾ തുറക്കും. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു വിവരങ്ങളുമായി. പ്രശാന്ത്, ഇനി വരും ദിവസങ്ങളിലും മഴ കനക്കും, കാലവർഷം വീണ്ടും സജീവമാകുന്നു, ശക്തമാകുന്നു എന്നുള്ള മുന്നറിയിപ്പുകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഡാമുകളുടെ സാഹചര്യം കൂടി പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഇനി എങ്ങനെ വിലയിരുത്താം? രോഹിണി, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാലവർഷം സംസ്ഥാനത്ത് ശക്തി പ്രാപിക്കുന്നതിൻ്റെ സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ ജില്ലകളിൽ ശക്തമായി മഴ പെയ്യുന്നുണ്ട്. നേരത്തെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിരുന്നു, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രവചനമുണ്ടായിരുന്നു. ഒറ്റപ്പെട്ട ഇടങ്ങളിലെല്ലാം അല്ലെങ്കിൽ വിവിധ ജില്ലകളിലെല്ലാം ഇടിയോടുകൂടിയ മഴ, ശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ടാകുമെന്ന പ്രവചനമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ടെന്നും പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നു. എന്തായാലും സമാനമായ രീതിയിൽ തന്നെ വീണ്ടും കാലവർഷം ശക്തി പ്രാപിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാനിരിക്കുന്നത്. അതായത് ഇനി വരുന്ന ഒരു ആഴ്ചക്കാലം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പുണ്ട്. വിവിധ ജില്ലകൾക്ക് യെല്ലോ അലർട്ടുണ്ട്, അതോടൊപ്പം തന്നെ ഓറഞ്ച് അലർട്ട് എന്നിവയെല്ലാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് 9 ജില്ലകൾക്കാണ് നിലവിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകൾക്കാണ് നിലവിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ 2 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടും മറ്റു ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് നിലവിൽ നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 ജില്ലകൾക്ക് നാളെ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇങ്ങനെ വരും ദിവസങ്ങളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഓറഞ്ച് അലർട്ടും യെല്ലോ അലർട്ടുമായിട്ട് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലടക്കം ശക്തമായിട്ടുള്ള മഴ പെയ്യുമെന്നടക്കമുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അതിൻ്റെ ഡയറക്ടറും പറഞ്ഞിരുന്നു, അതായത് ഈ കാലവർഷം നേരത്തെ എത്തിയെങ്കിൽ പോലും ഒരു ഇടവേളയ്ക്ക് അത് നിർത്തിയതിനു ശേഷം വീണ്ടും കാലവർഷം ശക്തമാകുന്ന സാഹചര്യം ഉണ്ടാകുമെന്നൊരു പ്രവചനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ ഈ പ്രളയ സമാനമായ ഒരു സാഹചര്യം ഉണ്ടെന്നടക്കമുള്ള മുന്നറിയിപ്പുണ്ടെങ്കിൽ പോലും ഇത്തരം രീതിയിൽ ഈ കാലവർഷം നിന്ന് പെയ്യുകയാണെങ്കിൽ, അതായത് ഒരു ഇടവേള ശേഷം പെയ്യുകയാണെങ്കിൽ വലിയ രീതിയിൽ പേടിക്കേണ്ട സാഹചര്യം ഉണ്ടാകില്ല എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളും മുന്നറിയിപ്പും നൽകിയിരുന്നു. എന്തായാലും വീണ്ടും കാലവർഷം ശക്തി പ്രാപിക്കുകയാണ്. നേരത്തെ നൽകിയതുപോലെ തന്നെ വിവിധ ജില്ലകൾക്ക് യെല്ലോ അലർട്ടുണ്ട്. അത് മാറാനുള്ള സാധ്യതയുണ്ട്. ഓരോ മണിക്കൂറുകൾ കഴിയും തോറും ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അപ്ഡേഷനുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ ജില്ലകളിലടക്കം മഴ പെയ്യുന്നതിൻ്റെ അടക്കം അപ്ഡേറ്റുകളും വന്നുകൊണ്ടിരിക്കുന്നു. നിലവിൽ മലയോര മേഖലകളിലെല്ലാം മഴ ശക്തമായി പെയ്യുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഡാമുകൾ നിറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ജാഗ്രതാ മുന്നറിയിപ്പുകളടക്കം കല്ലാർ ഡാമിൻ്റെ തീരത്ത് താമസിക്കുന്നവരോടൊപ്പം ജാഗ്രതാ നിർദ്ദേശമടക്കം നൽകിയിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലൊരു ഭയപ്പെടാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ പോലും മഴ ശക്തമായി വീണ്ടും പെയ്യും എന്നതടക്കമുള്ളൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. ഇന്ന് തലസ്ഥാന ജില്ലയിൽ പുലർച്ചയോടുകൂടി ശക്തമായ മഴയുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മലയോര മേഖലകളിലും മഴ പെയ്തുകൊണ്ടിരിക്കുന്നു എന്ന വിവരങ്ങൾ ലഭിക്കുന്നു. മറ്റു ജില്ലകളിലും ഈ തീരദേശ മേഖലകളിലും അതോടൊപ്പം തന്നെ മലയോര മേഖലയിലടക്കം ശക്തമായ മഴയുണ്ടെന്നടക്കമുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കാസർഗോഡ് മേഖലകളിലായാലും കാലവർഷം സജീവമാകുന്നു, ശക്തമാകുന്നു എന്ന മുന്നറിയിപ്പുകൾ തന്നെയാണ്
തന്നെയാണ് വരുന്നത്. ഇന്ന് 9 ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്. മൺസൂൺ ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ കൊങ്കൺ റെയിൽവേയിലൂടെ ഓടുന്ന ട്രെയിനുകളുടെ സമയം പുനഃക്രമീകരിച്ച് സതേൺ റെയിൽവേ. ട്രെയിൻ സർവീസുകളുടെ സുരക്ഷ ഉറപ്പാക്കാനാണ് കൊങ്കൺ റെയിൽവേയിൽ വേഗതാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. കൊങ്കൺ റൂട്ടിലൂടെ കടന്നുപോകുന്ന സതേൺ റെയിൽവേ കൈകാര്യം ചെയ്യുന്ന ട്രെയിൻ സർവീസുകൾ ഈ മാസം 15 മുതൽ 20 വരെ മൺസൂൺ സമയക്രമത്തിനനുസരിച്ച് സർവീസ് നടത്തും. കൊങ്കൺ വഴി സർവീസ് നടത്തുന്ന ട്രെയിനുകളുടെ മൺസൂൺ കാല സമയക്രമമാണ് സതേൺ റെയിൽവേ പുനഃക്രമീകരിച്ചത്. പുതുക്കിയ സമയക്രമം ഈ മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരും. ഇതനുസരിച്ച് തിരുവനന്തപുരം നിസാമുദ്ദീൻ രാജധാനി ഇനി മുതൽ ചൊവ്വ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:40 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് വൈകിട്ട് 6:25 എറണാകുളം സൗത്തിലെത്തും. തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി ജൂൺ 15 മുതൽ രാവിലെ 9:15 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1:10 എറണാകുളം സൗത്തിലെത്തും. തിരുവനന്തപുരം നോർത്തിൽ നിന്ന് പുറപ്പെടുന്ന സമ്പർക്ക ക്രാന്തി, അമൃത്സർ, ഋഷികേശ് തുടങ്ങിയ ട്രെയിനുകൾ ജൂൺ 15 മുതൽ രാവിലെ 4:50 തിരുവനന്തപുരം നോർത്തിൽ നിന്ന് പുറപ്പെട്ട് രാവിലെ 9:35 എറണാകുളം സൗത്തിലെത്തും. ഗാന്ധിധാം, തിരുനെൽവേലി, ഹംസഫർ ജൂൺ 15 ശേഷമുള്ള ചൊവ്വാഴ്ചകളിൽ എറണാകുളം സൗത്തിൽ വൈകിട്ട് 6:10 എത്തും. തിരുവനന്തപുരത്ത് എത്തുന്ന സമയം രാത്രി 11:05 നിസാമുദ്ദീൻ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് ജൂൺ 15 ശേഷമുള്ള ഞായറാഴ്ചകളിൽ എറണാകുളം സൗത്തിൽ വൈകിട്ട് 6:10 എത്തും. തിരുവനന്തപുരത്ത് എത്തുന്ന സമയം രാത്രി 11:05 മൺസൂൺ മഴ, ശക്തമായ കാറ്റ് എന്നിവ കണക്കിലെടുത്ത ട്രെയിൻ സർവീസുകളുടെ സുരക്ഷ ഉറപ്പാക്കാനാണ് കൊങ്കൺ റെയിൽവേയിൽ വേഗത നിയന്ത്രണങ്ങൾ ഈ മാസം 20 വരെ ഏർപ്പെടുത്തുന്നത്. ജനം, തിരുവനന്തപുരം. ശബരിമല റോപ്പ് വേ പദ്ധതിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് തിരിച്ചടി. സംസ്ഥാന വന്യജീവി ബോർഡിന്റെ 2ാമത്തെ യോഗത്തിലും ശബരിമല റോപ്പ് വേ പദ്ധതിക്ക് അനുമതിയില്ല. അനുമതി കിട്ടാതായതോടെ പദ്ധതിയുടെ നിർമ്മാണം അനിശ്ചിതത്വത്തിലായി. ദേവസ്വം മന്ത്രി വി എൻ വാസവൻ സ്വപ്ന പദ്ധതിയായി വിശേഷിപ്പിച്ച പദ്ധതിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷനായ വന്യജീവി ബോർഡ് അനുമതി നൽകാത്തത്. 2011 ആരംഭിച്ച ശബരിമല റോപ്പ് വേ പദ്ധതി ഇക്കുറി ഏത് വിധേയനെയും യാഥാർത്ഥ്യമാക്കുമെന്നുള്ള ഉറച്ച തീരുമാനത്തിലായിരുന്നു ദേവസ്വം മന്ത്രി വി എൻ വാസവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്തും. കഴിഞ്ഞ മണ്ഡലകാലം അവസാനിക്കുന്നതോടെ പദ്ധതിക്ക് തറക്കല്ലിടാനുള്ള നടപടിയും തുടങ്ങി. പക്ഷേ മുഖ്യമന്ത്രി അധ്യക്ഷനായുള്ള വന്യജീവി ബോർഡിന്റെ അനുമതി വൈകിയത് പദ്ധതി വീണ്ടും താമസിക്കാൻ കാരണമായി. ഒടുവിൽ കഴിഞ്ഞ ദിവസം ചേർന്ന വന്യജീവി ബോർഡിന്റെ യോഗത്തിൽ പദ്ധതിക്ക് അനുമതി ലഭിക്കുമെന്നായിരുന്നു ദേവസ്വം ബോർഡിന്റെ എല്ലാ പ്രതീക്ഷയും. ജൂൺ 9 മുഖ്യമന്ത്രി അധ്യക്ഷനായിട്ടുള്ള വൈൽഡ് വെൽഫെയർ ബോർഡുണ്ട്. അത് ചേരുന്നൊന്നും ഞാൻ മനസ്സിലാക്കുന്നത് അതിലും ഒരു സാങ്കേതികമായ പ്രശ്നം മാത്രമാണ്. അവിടെ നിന്നൊരു ചെറിയ പെർമിഷൻ കിട്ടിയാൽ നമുക്ക് അതൊന്ന് വെച്ച് അജണ്ടയാക്കി പാസ്സാക്കണം. ഇവിടുത്തെ നോഡൽ ഓഫീസർ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിലേക്ക് ബാക്കിയൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി വെറും സാങ്കേതികമാണ്. അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കിട്ടും. ഈ യോഗത്തിലും റോപ്വേക്ക് അനുമതി നൽകിയില്ല. സംസ്ഥാന സർക്കാരിന് പദ്ധതിയോടുള്ള വിമുഖതയാണ് അജണ്ടയിലുണ്ടായിട്ടും പദ്ധതി പരിഗണിക്കാതിരുന്നതെന്നാണ് സൂചന. അനുമതി ലഭിക്കാതായതോടെ പദ്ധതിയുടെ ഭാവിയും തുലാസിലായി. ഇതോടെ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ദേവസ്വം ബോർഡ്. ജനം, കൊച്ചി. ജി കൃഷ്ണകുമാറിന്റെ മകളുടെ സ്ഥാപനത്തിൽ നിന്നും പണം തട്ടിയെടുത്ത സംഭവത്തിൽ ആരോപണ വിധേയരായ 3 ജീവനക്കാർ ഒളിവിൽ. കഴിഞ്ഞ ദിവസം കൂടുതൽ ചോദ്യം ചെയ്യലിനായി പോലീസ് വീട്ടിലെത്തിയെങ്കിലും മൂവരെയും കണ്ടെത്താനായില്ല. ജീവനക്കാരുടെ ബാങ്ക് വിവരങ്ങൾ ശേഖരിച്ചതിനു പിന്നാലെ ക്രമക്കേട് കണ്ടെത്തിയിരുന്നു. തുടർന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോഴാണ് ജീവനക്കാർ സ്ഥലത്തില്ലെന്ന വിവരം പോലീസ് അറിയുന്നത്. അഖിൽ പാലോട്ട് മഠം ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അഖിൽ, ഈ ജീവനക്കാർ ഒളിവിൽ പോയി എന്ന് തന്നെയാണോ നിഗമനം? രോഹിണി, ഗുഡ് മോർണിംഗ്. ഏറ്റവും വലിയ വിവാദമായ ഒരു മോഷണ കേസ് തന്നെയാണ് നടനും BJP നേതാവുമായ ജി കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണയുടെ OBOC എന്ന സ്ഥാപനത്തിലെ 3 ജീവനക്കാർ അവിടെ നിന്നും QR കോഡ് മാറ്റിവെച്ച് പണം തട്ടിയെടുത്ത സംഭവം. അതിൽ പ്രധാനമായും 69 ലക്ഷം രൂപയാണ് നിലവിൽ കൃഷ്ണകുമാറിൻ്റെ മകളുടെ അക്കൗണ്ടിൽ നിന്നും, അതായത് ആ സ്ഥാപനത്തിൽ നിന്നും 3 ജീവനക്കാരും കൂടി തട്ടിയെടുത്തത് എന്നതായിരുന്നു ആദ്യം തന്നെ പരാതി ദിയയും കൃഷ്ണകുമാറും മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നൽകുന്നത്. എന്നാൽ ആ പരാതിക്ക് ബദലായി ഒരു കൗണ്ടർ കേസ് ആ ജീവനക്കാർ നൽകുന്നതിലായിരുന്നു. ജാതി അധിക്ഷേപം, മാനസികമായി പീഡനം തുടങ്ങി ജാമ്യമില്ലാ വകുപ്പുകളൊക്കെ ചുമത്തി കൃഷ്ണകുമാറിനെതിരെ പോലീസ് നടപടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിന് ശേഷം പോലീസ് ഈ ജീവനക്കാരുടെയും ദിയയുടെയും ഒക്കെ തന്നെ ബാങ്ക് രേഖകൾ കഴിഞ്ഞ ദിവസം പരിശോധിച്ചിരുന്നു. ഈ സംഭവം ഉണ്ടാകുന്ന സമയത്ത് തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ ബാങ്കിൽ നിന്നും ഈ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മ്യൂസിയം പോലീസ് കത്ത് നൽകിയ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ തിങ്കളാഴ്ചയോടുകൂടിയാണ് ബാങ്കുകൾ ഈ രേഖകൾ, അതായത് 1 വർഷക്കാലത്ത് ദിയയുടെ സ്ഥാപനത്തിൽ നടന്ന പണമിടപാടിൻ്റെ മുഴുവൻ രേഖകളും ഒക്കെ തന്നെ
പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിരുന്നു. കൂടെ ഈ 3 ജീവനക്കാരുടെ ബാങ്ക് രേഖകൾ കൂടി കൈമാറിയിരുന്നു. അതിൽ കൃത്യമായും ഈ ബാങ്ക് ജീവനക്കാർ ഈ സ്ഥാപനത്തിലേക്ക് വന്ന പണം കൈമാറി സ്വീകരിച്ചിട്ടുണ്ട് എന്ന നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ഇത് കൂടുതൽ സംശയത്തിന് ഇടയാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ജീവനക്കാരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലേക്ക് വേണ്ടി വിളിച്ചു വരുത്താൻ വേണ്ടി പോലീസ് ശ്രമിച്ചത്. വിളിക്കുമ്പോൾ തന്നെ ഇവരെ കിട്ടുന്നില്ലായിരുന്നു. അവർ താമസിക്കുന്ന വലിയതുറ ഭാഗത്ത് പോയി അന്വേഷിക്കുന്ന സമയത്താണ് അവർ സ്ഥലത്തില്ല എന്നുള്ള ഒരു കാര്യം പോലീസിനെ മനസ്സിലാക്കുന്നത്. എന്തായാലും 3 പേർ ഈ അന്വേഷണത്തിൽ പിടിക്കപ്പെടും എന്നുള്ള കാര്യം ഉറപ്പായതോടെ ഒളിവിൽ പോയി എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന സമയത്ത് കോടതി ഭാഷയിലാണ്, ഒരു വക്കീൽ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലുള്ള സംഭാഷണമായിരുന്നു അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഒരു കാര്യങ്ങൾ കടന്നു പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അതുകൊണ്ടാണ് ഏറ്റവും നിർണായകമായ ഡിജിറ്റൽ തെളിവ് എവിഡൻസ് അടക്കം പരിശോധിച്ചതിനു ശേഷം ഇത്തരത്തിലൊരു അന്വേഷണത്തിന്റെ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുമ്പോൾ അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ഈ പ്രതികൾ ആരോപണ വിധേയരായി നിൽക്കുന്ന ഈ 3 സ്ത്രീകളും തയ്യാറെടുത്തത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അവർ എവിടെയാണ് പോകാനുള്ള സാധ്യത എന്ന് അടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. അവരുടെ ടെലിഫോൺ അടക്കം ചെക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു പരിശോധന നടക്കുന്നുണ്ട്. അവരുടെ ബന്ധുവീടുകളിൽ അടക്കം പരിശോധന നടക്കുന്നുണ്ട്. എന്തായാലും ഉടൻ തന്നെ ഒരു അറസ്റ്റിലേക്ക് കടക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം കൃത്യമായ ഒരു വിവരം പോലീസിന് ലഭിക്കുന്നുണ്ട്. കാരണം പണം ഇവർ QR കോഡ് വഴി ഇവർ അക്കൗണ്ടിലേക്ക് സ്വീകരിക്കുന്നു. അത് 3 ജീവനക്കാരുടെ അക്കൗണ്ടിലേക്കും ഒരുപോലെ പണങ്ങൾ സ്വീകരിക്കുന്നു. ആ പണം സ്വീകരിച്ചതിനു ശേഷം മണിക്കൂറുകൾക്കകം തന്നെ ഈ പണം ഇവരുടെ 3 പേരുടെ അക്കൗണ്ടിലേക്കും വീതം വെച്ചു പോകുന്ന ഒരു തരത്തിലേക്കുള്ള ഒരു ഇടപാടും അവർ നടത്തിയിട്ടുണ്ട് എന്ന് അവരുടെ ബാങ്ക് രേഖകൾ പരിശോധിക്കുമ്പോൾ പോലീസിന് മനസ്സിലായിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അത്തരത്തിലുള്ള ഒരു മൊഴി തന്നെയാണ് അവർ കൃഷ്ണകുമാറുമായും ദിയയുമായും ദിയയുടെ സഹോദരിയുമായും ഒക്കെ തന്നെ സംസാരിക്കുന്ന സമയത്ത് ദിയയുടെ അമ്മ ചിത്രീകരിച്ച വീഡിയോയിലെല്ലാം തന്നെ പറയുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ നിലവിൽ പോലീസ് പോയിരിക്കുന്നത്. എന്തായാലും അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഉടൻ തന്നെ പോലീസ് കടക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രോഹിണി. ശരി, അഖിൽ പാലോട്ട് മഠമാണ് വിവരങ്ങൾ നൽകിയത്. എരുമേലി വിമാനത്താവള പദ്ധതിയുടെ സ്ഥലമേറ്റെടുപ്പ് സർവേ വീണ്ടും മുടങ്ങി. സ്ഥലം സംബന്ധിച്ച രേഖകളുടെ വിവരശേഖരണം പൂർത്തിയാകാത്തതിനാൽ ഇന്നലെ ആരംഭിക്കാൻ നിശ്ചയിച്ച സർവേ മാറ്റിവെച്ചു. ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലാത്തതിനാൽ സർവേ നടപടികൾ നേരത്തെയും തടസ്സപ്പെട്ടിരുന്നു. നിർദ്ദിഷ്ട എരുമേലി വിമാനത്താവള പദ്ധതിയുടെ സ്ഥലമെടുപ്പ് സർവേ ഇത് 2ാം തവണയാണ് ആരംഭിക്കാൻ പോലുമാകാതെ മുടങ്ങുന്നത്. കഴിഞ്ഞ മാസം 21-ന് ആരംഭിക്കാനിരുന്ന സർവേ ആവശ്യത്തിന് സർവേയർമാരില്ലാത്തതിനാലാണ് മുടങ്ങിയത്. 5 താൽക്കാലിക സർവേയർമാരെയും ഒരു റവന്യൂ സർവേയറെയും നിയമിച്ചുകൊണ്ട് നടപടികൾ ആരംഭിക്കാൻ റവന്യൂ വകുപ്പ് തീരുമാനിച്ചു. ഇന്നലെ സർവേ വീണ്ടും ആരംഭിക്കാനായിരുന്നു നിശ്ചയിച്ചിരുന്നതെങ്കിലും പക്ഷേ നടന്നില്ല. ഏറ്റെടുക്കേണ്ട സ്ഥലങ്ങൾ സംബന്ധിച്ച രേഖകളുടെ വിവരശേഖരണം പൂർത്തിയാക്കാത്തതാണ് പുതിയ പ്രതിസന്ധിക്ക് കാരണമെന്ന് റവന്യൂ അധികൃതർ പറഞ്ഞു. 6 റവന്യൂ ഉദ്യോഗസ്ഥരാണ് ഫീൽഡ് സർവേക്ക് മുന്നോടിയായി റവന്യൂ രേഖകൾ പരിശോധിച്ച് വിവരങ്ങൾ ശേഖരിക്കേണ്ടിയിരുന്നത്. ഈ സർവേ രേഖകൾ പ്രകാരമാണ് സർവേ നടത്തുക. വിവരശേഖരണം പൂർത്തീകരിച്ച് ഈ ആഴ്ച അവസാനത്തോടെ ഫീൽഡ് സർവേ തുടങ്ങാൻ സാധിക്കുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. എരുമേലി തെക്ക് മണിമല വില്ലേജുകളിലായുള്ള സ്ഥലങ്ങളാണ് പദ്ധതിക്കായി ഏറ്റെടുക്കുന്നത്. സർവേ നടപടികൾ 8 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് സർക്കാർ തീരുമാനം. ജനം, കോട്ടയം. കരുവന്നൂർ കള്ളപ്പണ കേസ് കോടതി നടപടികളിലേക്ക്. ED 2ാം ഘട്ട കുറ്റപത്രവും സമർപ്പിച്ച കേസ് മാസം 21-ന് വിചാരണ കോടതിയായ കലൂർ PMLA കോടതി പരിഗണിക്കും. മുൻ മന്ത്രിമാരായ K രാധാകൃഷ്ണനും AC മൊയ്തീനും അടക്കം 28 പ്രതികൾക്കും ഹാജരാകാനുള്ള തീയതി നിശ്ചയിച്ച് കോടതി നോട്ടീസ് അയക്കും. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, കരുവന്നൂർ കള്ളപ്പണ കേസ് കോടതി നടപടികളിലേക്ക് എത്താം. രേഷ്മ ബാബുവിലേക്കും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളിലേക്കും എത്താം. അതിനു മുൻപ് നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകേണ്ടതുണ്ട്. കരുവന്നൂർ കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ വിശകലനം ചെയ്തുകൊണ്ടിരുന്നത്. കോടതി നടപടികളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. നമുക്കറിയാം CPM-ന്റെ ഉന്നതരായ നേതാക്കളടക്കം പ്രതികളാണ്. അതുകൊണ്ട് തന്നെ ഇത് കോടതിയിൽ എത്തിക്കഴിയുമ്പോൾ ഏതാണ് സാഹചര്യം എന്നുള്ളതും നമുക്ക് വിലയിരുത്തേണ്ടി വരും. നമ്മുടെ പ്രതിനിധി ചേരുന്നുണ്ട്, അതിലേക്കൊക്കെ എത്താം. അതിനു മുൻപ് പാലക്കാട് കല്ലേക്കാട് കടകൾ കത്തിയ സംഭവത്തിൽ വഴിത്തിരിവ്. സംഭവത്തിൽ പ്രദേശവാസിയായ ഒരാളെ അറസ്റ്റ് ചെയ്തു. കടകൾ തീയിട്ടതിന് പിന്നിൽ വ്യക്തിവൈരാഗ്യമെന്ന് പോലീസ്. ശനിയാഴ്ച രാത്രിയാണ് റോഡ് അരികിലെ കടകൾ കത്തിയത്. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, പറയൂ. കടകൾ
തീ പിടിച്ച നിലയിൽ കണ്ടത്. ഈ കടയിലുണ്ടായിരുന്ന ഒരു ഗ്യാസ് സിലിണ്ടർ ഉൾപ്പെടെ വലിയ രീതിയിൽ ഉഗ്രസ്ഫോടനത്തോടെ പൊട്ടിത്തെറിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ ഒരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ്. തേനൂർ സ്വദേശിയായ ലക്ഷ്മണന്റെ ചായക്കടയും ഗിരിജയുടെ പച്ചക്കറി കടയും തീയിട്ടത് അവരോട് വ്യക്തിവൈരാഗ്യമുള്ള രാധാകൃഷ്ണൻ എന്ന ആളാണെന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഗിരിജയും ലക്ഷ്മണനുമായി രാധാകൃഷ്ണന് വ്യക്തിവൈരാഗ്യമുണ്ടായിരുന്നു. കടകൾ കത്തിയ സ്ഥലത്ത് രാധാകൃഷ്ണൻ നേരത്തെ കട നടത്തിയിരുന്നു. രാധാകൃഷ്ണൻ ഈ കട ഒഴിഞ്ഞ ശേഷമാണ് തൊട്ടടുത്ത് ഗിരിജ പച്ചക്കറി കട തുടങ്ങിയത്. ഇവർ പച്ചക്കറിയുടെ അവശിഷ്ടങ്ങൾ തന്റെ സ്ഥലത്ത് കൊണ്ടിടുന്നു എന്നാരോപിച്ച് സ്ഥിരമായി തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ലക്ഷ്മണൻ ആദ്യം ഈ രാധാകൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള മുറിയിലായിരുന്നു ചായക്കട നടത്തിയിരുന്നത്. എന്നാൽ വാടകയുടെ പേരിൽ തർക്കമായതോടെ ഈ സ്ഥലത്ത് ലക്ഷ്മണൻ പുതിയ കട തുടങ്ങി. ഈ കാരണങ്ങളാണ് കടകൾക്ക് തീയിടാൻ രാധാകൃഷ്ണനെ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. സംഭവ ദിവസം രാത്രി മദ്യലഹരിയിലായിരുന്ന രാധാകൃഷ്ണൻ ഇവിടെ എത്തി കടകൾക്ക് തീ വെക്കുകയായിരുന്നു. തീ പടർന്ന് പിടിച്ചതാണെങ്കിൽ 3 കടകളും ഒരുപോലെ കത്തി അമരുകയും ചെയ്തു. എന്നാൽ ലക്ഷ്മണന്റെയും ഗിരിജയുടെയും കടകൾക്ക് നടുവിലുള്ള രമേശിന്റെ കട ഭാഗികമായി മാത്രമാണ് കത്തി നശിച്ചിരുന്നത്. ഏതായാലും പോലീസ് ഇതിൽ സംശയം തോന്നി നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ഈ രാധാകൃഷ്ണൻ എന്ന വ്യക്തിയെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ എരുമപ്പെട്ടി സർക്കാർ സ്കൂളിലുണ്ടായ ഭക്ഷ്യവിഷബാധയിൽ ഒളിച്ചു കളിച്ച് സ്കൂൾ അധികൃതർ. സ്കൂളിലെ 59 കുട്ടികൾക്കാണ് ഭക്ഷ്യവിഷബാധ എന്നാണ് സ്കൂളിന്റെ ഔദ്യോഗിക കണക്ക്. എന്നാൽ 110ഓളം കുട്ടികൾ ചികിത്സയിലുണ്ടെന്ന് മാതാപിതാക്കൾ പറയുന്നു. ഇതിൽ ചില കുട്ടികൾ ICUവിലാണ്. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി കുടിവെള്ള സംഭരണി അടക്കം ശുചീകരിച്ചിരുന്നില്ലെന്നും പരാതിയുണ്ട്. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ ഭക്ഷ്യവിഷബാധയുണ്ടായി ദിവസങ്ങൾ പിന്നിടുമ്പോഴും മൗനം തുടർന്ന് വിദ്യാഭ്യാസ വകുപ്പ്. 510 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ 59 കുട്ടികൾക്കാണ് രോഗബാധയെന്നാണ് സ്കൂളിന്റെ ഔദ്യോഗിക കണക്ക്. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങളെന്ന് രക്ഷിതാക്കൾ പറയുന്നു. 110ഓളം കുട്ടികൾക്ക് രോഗബാധയേറ്റതായി ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. പനിയും തലകറക്കവും ഛർദിയുമായാണ് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്ന് ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ പിതാവ് പറഞ്ഞു. അപ്പോൾ കുട്ടിക്ക് പനി, ജലദോഷം, വയറ്റിന്ന് പോക്ക് അതൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ മിത്ര ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പോൾ അവിടെ പനിയെന്ന് പറഞ്ഞപ്പോൾ അവിടെ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഓട്ടുപാറ ഹോസ്പിറ്റലിൽ ഇവിടെ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ അവിടുന്ന് മടക്കി. പിന്നെ അപ്പോൾ സാധാരണ പനിയെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പണിക്ക് പോയി. അപ്പോൾ പിന്നെ വീണ്ടും കുട്ടിക്ക് വയറ്റിന്ന് പോക്ക് ഇതൊക്കെ കൂടിയപ്പോൾ വീണ്ടും കൊണ്ടുവന്നു ഓട്ടുപാറയ്ക്ക്. അപ്പോൾ അവിടെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നേരെ മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണ് ചെയ്ത്. അപ്പോൾ പിന്നെ അവിടെ കാണിച്ചപ്പോഴാണ് ഓരോ കുട്ടികൾ അവിടേക്ക് വരൽ തുടങ്ങിയത്. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചതിൻ്റെ ഒരു ഇതാണെന്ന്. സ്കൂളിന്റെ ഒരു ഭാഗം പൂർണ്ണമായും വൃത്തിഹീനമായി കിടക്കുകയാണ്. അഴുക്കുചാലുകളടക്കം ചെളി മൂടിയ നിലയിൽ. ഭക്ഷ്യവിഷബാധ വ്യാപനം ഉണ്ടായതിനു ശേഷം ഇന്നലെയാണ് സ്കൂളിൽ അടിയന്തര ശുചീകരണം തന്നെ നടക്കുന്നത്. കുട്ടികൾക്കായുള്ള കുടിവെള്ള സംഭരണികളും യഥാക്രമം ശുചീകരണം നടത്തിയില്ലെന്നും ആക്ഷേപമുണ്ട്. സ്കൂളിൽ നിന്ന് വ്യാഴാഴ്ച കഴിച്ച ഭക്ഷണത്തിൽ നിന്നാണ് വിഷബാധ ഉണ്ടായതെന്ന നിഗമനത്തിലാണ് ആരോഗ്യവകുപ്പ്. എന്നാൽ ഇത്രയും ഗുരുതര വിഷയമുണ്ടായിട്ടും ജില്ലാ കളക്ടർ സ്കൂളിൽ സന്ദർശനം നടത്തിയില്ലെന്നും പരാതിയുണ്ട്. ജനം, തൃശൂർ. കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിൽ വ്യാപകമായി മഞ്ഞളിപ്പ് രോഗം പടരുന്നു. നാളികേര കർഷകർ ദുരിതത്തിലാണ്. കൃഷിവകുപ്പിൽ നിന്നും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും കേര കർഷകർ പറയുന്നു. മലയോര മേഖലയായ കൂടരഞ്ഞി പഞ്ചായത്തിലാണ് വ്യാപകമായി തെങ്ങുകളിൽ മഞ്ഞളിപ്പ് രോഗം പടരുന്നതായി കണ്ടെത്തിയത്. കൂമ്പാറ, ആനക്കല്ലുംപാറ, ഉദയഗിരി, മഞ്ഞക്കടവ് തുടങ്ങിയ പ്രദേശങ്ങളിലായി 100 കണക്കിന് തെങ്ങുകൾക്കാണ് രോഗം ബാധിച്ചിരിക്കുന്നത്. നിരവധി കർഷകരുടെ തെങ്ങുകൾ മഞ്ഞളിപ്പ് കാരണം നശിച്ചിരിക്കുകയാണ്. ഓലകൾക്ക് ചെറിയ മഞ്ഞ നിറം വരികയും കുലകൾ ശോഷിച്ചു താഴുകയും ചെയ്യുന്നതാണ് രോഗത്തിന്റെ ആദ്യ ലക്ഷണങ്ങൾ. തേങ്ങയ്ക്ക് സാമാന്യം നല്ല വില ലഭിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രോഗം പടരുന്നത് കർഷകരെ പ്രതിസന്ധിയിലാക്കി കഴിഞ്ഞു. ഇതിനെന്തെങ്കിലും ശാശ്വത പരിഹാരം ഉണ്ടാക്കി തരണം. കാരണം നമ്മളെ ഇവിടെ ഉണ്ടായിരുന്ന ഈ കവുങ്ങിന് ഇതേ അസുഖമായിരുന്നു വന്നത്. ഇതേപോലെ ഒരു മഞ്ഞളിപ്പ് വന്നാണ് ഈ നാട്ടിലുള്ള കവുങ്ങുകൾ മുഴുവൻ നശിച്ചു. ഈ ആ ഒരു ഇതിലേക്കാണ് ഇപ്പോൾ ഇവിടെയുള്ള തെങ്ങിന്റെ പോക്ക്. തെങ്ങ് കർഷകർ ഒന്നാമത് ആകെ ലേശം വിലയുള്ളത് ഈ തേങ്ങയ്ക്ക് മാത്രമാണ്. ആ ഒരു സമയത്താണ് ഇങ്ങനെ വരുന്നത്. വിളവില്ലാണ്ടാവുകയാണ്. ഏറ്റവും വിളവുള്ള തെങ്ങിനാണ് ഈ അസുഖം പിടിക്കുന്നത്. പ്രദേശത്ത് വിദഗ്ധ സംഘം പഠനം നടത്തി കാരണം കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്നും കർഷകർ പറയുന്നു. ഇല്ലെങ്കിൽ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാനാണ് കർഷക സംഘടനകളുടെ തീരുമാനം. ഉത്തരവാദപ്പെട്ട ആളുകൾ പ്രദേശം സന്ദർശിച്ച് വിദഗ്ധ പഠനം നടത്തി അതിന് പരിഹാരം കാണണം. സാധാരണ വിദഗ്ധ സംഘം മലയോര മേഖലയിലെല്ലാം വന്നു പോയി ആഘോഷമായിട്ട് അവർ ടൂർ പോലെ വന്നു പോകും. പക്ഷെ കർഷകർക്ക് യാതൊരു ഗുണവുമില്ല.
ആ നടപടി മാറണം. കൃഷിവകുപ്പ് ഒന്നും ചെയ്യുന്നില്ല എന്ന പരാതിയും ശക്തമായി കഴിഞ്ഞു. കർഷകരുടെ വലിയ പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ജനം, കോഴിക്കോട്. കരുവന്നൂർ കള്ളപ്പണക്കേസ് കോടതി നടപടികളിലേക്ക്. ഇ ഡി രണ്ടാം ഘട്ട കുറ്റപത്രവും സമർപ്പിച്ച കേസ് ഈ മാസം 21 വിചാരണ കോടതിയായ കലൂർ PMLA കോടതി പരിഗണിക്കും. മുൻ മന്ത്രിമാരായ കെ രാധാകൃഷ്ണനും AC മൊയ്തീനും അടക്കം 28 പ്രതികൾക്കും ഹാജരാകാനുള്ള തീയതി നിശ്ചയിച്ച് കോടതി നോട്ടീസ് അയക്കും. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, പറയും. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ രണ്ടാം ഘട്ട കുറ്റപത്രം നേരത്തെ തന്നെ കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ചിരുന്നു. ഇനി ഉള്ളത് വിചാരണ നടപടികൾ ആരംഭിക്കുക. അതിന് മുന്നോടിയായിട്ട് കേസ് ഈ മാസം 21 തീയതി വിചാരണ കോടതിയായിട്ടുള്ള കലൂർ PMLA കോടതി പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. ആദ്യഘട്ട കുറ്റപത്രത്തിൽ 55 സ്ഥാപനങ്ങളടക്കം 55ഓളം പ്രതികൾ ഉണ്ടായിരുന്നു. ഇവർ നേരിട്ട് ഹാജരായി ജാമ്യം എടുക്കുകയും ചെയ്തിരുന്നു. ഇനിയുള്ളത് ഈ പറയുന്ന പ്രതികൾക്ക്, അതായത് CPM-ന്റെ പ്രാദേശിക തലം മുതൽ ജില്ലാ തലം, അതോടൊപ്പം തന്നെ MP അടക്കമുള്ളവരാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികൾ. കെ രാധാകൃഷ്ണൻ MP, AC മൊയ്തീൻ ഉൾപ്പെടെയുള്ള രണ്ടാം ഘട്ട കുറ്റപത്രത്തിലെ പ്രതികൾക്ക് നോട്ടീസ് അയച്ചു വരുത്തി അവരെ വിളിപ്പിക്കാനായിട്ടുള്ള നടപടികളാണ് ഇനി ഉള്ളത്. 21 തീയതി കേസ് പരിഗണിക്കുന്ന സമയത്ത് ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്താനായിട്ടുള്ള കാര്യങ്ങളും കോടതി ചെയ്യും. ആദ്യഘട്ട കുറ്റപത്രത്തിൽ അതിൽ 25,000 പേജുള്ള കുറ്റപത്രമായിരുന്നു. അതിന്റെ കോപ്പി അടക്കം ഈ പറയുന്ന എല്ലാ പ്രതികൾക്കും നൽകണം. രണ്ടാം ഘട്ട കുറ്റപത്രം എന്ന് പറയുന്നത് 5,000 പേജുള്ള കുറ്റപത്രമാണ്. അതിന്റെ കോപ്പിയും പെൻഡ്രൈവിലാക്കി നൽകേണ്ടതുണ്ട്. എന്തായാലും ഈ 28 പ്രതികൾ, രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിച്ചതിൽ 28 പ്രതികളുണ്ട്. രാധാകൃഷ്ണൻ MP, അതോടൊപ്പം തന്നെ AC മൊയ്തീൻ ഉൾപ്പെടെയുള്ള CPM-ന്റെ പ്രബലരായിട്ടുള്ള നേതാക്കൾ അടക്കമുള്ളവരാണ് ഈ രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ പ്രതികളാക്കപ്പെട്ടിട്ടുള്ളത്. അവർക്ക് അടക്കം നോട്ടീസ് അയച്ചുകൊണ്ട് അവരെ വിളിച്ചു വരുത്തും. എന്തായാലും അവർ നേരിട്ട് ഹാജരായി ജാമ്യം എടുക്കേണ്ടതുണ്ട്. ഇനി ഉള്ളത് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് വിചാരണ ആരംഭിക്കുക എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ കുറ്റപത്രം ഈ എല്ലാ പ്രതികൾക്ക് മുന്നിലും വായിച്ചു കേൾപ്പിക്കേണ്ടതുണ്ട്. അതിന്റെ നടപടികൾ, അതിന് മുന്നോടിയായിട്ടുള്ള നടപടികളാണ് ഈ നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തുവാനായിട്ടുള്ളത്. എന്തായാലും അതിന്റെ നടപടിക്രമങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കും. 21 തീയതിയാണ് ഈ കേസ് പ്രതിക്കൂട്ടിലാക്കിയ ഒരു കേസ് അല്ലെങ്കിൽ ഒരു ഇടപാട് തന്നെയായിരുന്നു കരുവന്നൂർ ബാങ്കുമായി ചേർന്നുകൊണ്ട് കള്ളപ്പണ ഇടപാട് നടത്തിയത്. അതുമായി ബന്ധപ്പെട്ട് CPM-ന്റെ ജില്ലാ തലം മുതലുള്ള നേതാക്കൾ ആദ്യഘട്ടം മുതൽ തന്നെ ചോദ്യത്തിന് ഇരയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവരെ കുറ്റപത്രത്തിലടക്കം പ്രതികളാക്കപ്പെടുകയും ചെയ്തു. ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് CPM-ന്റെ അടക്കം വസ്തുക്കൾ കണ്ടുകെട്ടിയ ഒരു സാഹചര്യമുണ്ട്. CPM-ഉം പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട ഒരു സാഹചര്യം. എന്തായാലും ഈ കെ രാധാകൃഷ്ണൻ MP, അതോടൊപ്പം തന്നെ AC മൊയ്തീൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്താനായിട്ടുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് ഈ മാസം 21 തീയതി വിചാരണ കോടതിയായിട്ടുള്ള കലൂർ PMLA കോടതി ഈ കേസ് പരിഗണിക്കുന്നത്. ശരി, രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. ദുരൂഹ സാഹചര്യത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ യുവാവ് മരിച്ച സംഭവത്തിൽ വഴിത്തിരിവ്. പുളിങ്കുന്ന് കുന്നുമ്മ സ്വദേശി സുരേഷ് കുമാറിന്റെ മരണം കൊലപാതകമെന്ന് പോലീസ്. സംഭവത്തിൽ സുഹൃത്തുക്കളായ 2 പേരെ അറസ്റ്റ് ചെയ്തു. യുവാവിനെ സംഘം ചേർന്ന് മർദ്ദിച്ചെന്നാണ് കണ്ടെത്തൽ. യുവാവിന്റെ മരണത്തിലെ ദുരൂഹത ആദ്യം പുറത്തു കൊണ്ടുവന്നത് ജനം TV-യാണ്. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? രോഹിണി, നമ്മൾ കഴിഞ്ഞ 2 തീയതിയാണ് ഇത്തരമൊരു വാർത്ത സംപ്രേഷണം ചെയ്യുന്നത്. അതായത് ദുരൂഹ സാഹചര്യത്തിൽ സുരേഷ് കുമാർ എന്ന 30 വയസ്സുകാരന് പരിക്കേൽക്കുകയും തുടർന്നുള്ള ചികിത്സയിലിരിക്കെ മരണപ്പെടുകയും ചെയ്ത സംഭവമാണ് വാർത്തയാക്കിയത്. അന്ന് സുരേഷിൻ്റെ സുഹൃത്തുക്കൾ അവരെ പോലീസിന് മൊഴി നൽകുന്നതിന് മുമ്പ് നമ്മളോടെയാണ് ഈ കാര്യങ്ങൾ സംസാരിച്ചത്. വീട്ടിൽ നിന്നും രാത്രി ഏതാണ്ട് 12 മണിയോടെ കൂടി വിളിച്ചിറക്കി സമീപത്തെ പറമ്പിൽ കൊണ്ടുപോയി മർദ്ദിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നതാണ് മൊഴിയിലുണ്ടായിരുന്നത്. ഈ കാര്യം ആദ്യം പുറത്തു വന്നിരുന്നില്ല. ആദ്യം സുരേഷ് കുമാർ ഇത് സംബന്ധിച്ച് ആശുപത്രിയിലും മറ്റും പറഞ്ഞിരുന്നത് ബൈക്കിൽ നിന്ന് വീണ് പരിക്കേറ്റു എന്നതായിരുന്നു. പിന്നീടാണ് സുഹൃത്തുക്കളോടും മറ്റും ഈ കാര്യങ്ങൾ വിശദീകരിച്ചത്. മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇത്തരത്തിൽ ആ ഫോൺ രേഖകളും മറ്റും അടിസ്ഥാനമാക്കി നടത്തിയ അന്വേഷണമാണ് ഇത്തരത്തിൽ കൊലപാതകം ആണ് എന്നതിലേക്കൊരു സ്ഥിരീകരണത്തിലെത്തിച്ചത്. അയൽവാസികളും സുഹൃത്തുക്കളുമായ യദു, ഹരികൃഷ്ണൻ എന്നീ 2 ചെറുപ്പക്കാരാണ് ഈ കേസിൽ അറസ്റ്റിലായിട്ടുള്ളത്. ഇവരെ ഇന്നലെ ഉച്ചയോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. എന്തുതന്നെയായാലും വളരെ ദുരൂഹത നിറഞ്ഞ ഒരു സംഭവമായിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ മാസം 20 തീയതിയാണ് ഇത്തരത്തിൽ മർദ്ദനമേൽക്കുന്നത്. തുടർന്ന് വിവിധതര അസ്വാസ്ഥ്യങ്ങളെ തുടർന്ന് വിവിധ ആശുപത്രികൾ, ആദ്യം പുളിങ്കുന്ന് പ്രാഥമിക ആശുപത്രിയിലും അതിനുശേഷം ആലപ്പുഴ ജനറൽ ആശുപത്രി, തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രി, അതിനുശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി ചികിത്സയിൽ
ചികിത്സയിലിരിക്കെയാണ് മരണപ്പെടുന്നത്. ഇതേ തുടർന്നാണ് ദുരൂഹത ഉണ്ട് എന്ന് കാട്ടി പോലീസിനും മറ്റും വിവരം നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സുഹൃത്തുക്കളും ബന്ധുക്കളും മൊഴി നൽകുകയും ചെയ്തു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ 2 സുഹൃത്തുക്കൾ തന്നെയാണ് കൊലപ്പെടുത്തിയതെന്ന് വ്യക്തമായിട്ടുള്ളത്. രോഹിണി. ശരി, സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം വെമ്പായത്തെ അഭിജിത്തിന്റെ മരണത്തിലെ ദുരൂഹത നീങ്ങുന്നില്ല. അഭിജിത്തിനെ കാണാതായി മാസങ്ങൾ പിന്നിട്ടിട്ടും വട്ടപ്പാറ പോലീസ് നടപടി സ്വീകരിച്ചിരുന്നില്ല. നീതി തേടി കുടുംബം സർക്കാരിനെ സമീപിച്ചു. അതേസമയം പോലീസ് വീഴ്ചയിൽ നിന്ന് BJP പ്രതിഷേധ സമരം നടത്തും. പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, പറയൂ. ഈ വെമ്പായത്ത് നിന്ന് കാണാതായ 16-കാരൻ അഭിജിത്തിന്റെ മരണത്തിലുള്ള ദുരൂഹത അത് തുടരുകയാണ്. ഈ മരണം സംഭവിച്ച അഭിജിത്തിന്റെ കൂടുതൽ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിൽ കൂടിയാണ് പോലീസ് ഉള്ളത്. കാരണം ഈ മരണം സംബന്ധിച്ച് കാര്യങ്ങൾ അറിഞ്ഞിട്ടും അത് കുടുംബത്തെയും പോലീസിനെയും അറിയിക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ളൊരു സംശയമാണ് പ്രധാനമായും ബലപ്പെട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യം ചെയ്യലുകളുടെ ഇക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. എന്തായാലും ഈ പോലീസിന്റെ വീഴ്ചയിലും കുടുംബത്തിന്റെ ആരോപണങ്ങൾ സജീവമായി നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് പേട്ട, വട്ടപ്പാറ പോലീസ് സ്റ്റേഷനുകളിലെ പോലീസുകാരുടെ ആദ്യഘട്ടത്തിൽ ഈ അന്വേഷണത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള വീഴ്ചകളാണ് കുടുംബം പ്രധാനമായി ഉന്നയിക്കുന്നത്. ആ വിഷയത്തിലുള്ള ആരോപണങ്ങളും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും പോലീസിനെതിരെ മനുഷ്യാവകാശ കമ്മീഷനെയും മുഖ്യമന്ത്രിയും ഒക്കെ സമീപിക്കാനുള്ള നീക്കത്തിലാണ് അഭിജിത്തിന്റെ കുടുംബമുള്ളത്. എന്തായാലും അത് സംബന്ധിച്ച കൂടുതൽ പ്രതിഷേധങ്ങളും ശക്തമാകുന്നുണ്ട്. പ്രത്യേകിച്ച് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചകളിൽ കൃത്യമായ നടപടി സ്വീകരിക്കാത്തടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തി കുടുംബവും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ സംഘടനകളും ഒക്കെ രംഗത്ത് വരുന്നുണ്ട്. ഇപ്പോൾ BJP ഇന്നൊരു പ്രതിഷേധം സംഘടിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഹിന്ദു ഐക്യവേദിയും ഈ വിഷയത്തിൽ കൂടുതൽ പ്രതിഷേധങ്ങളുമായി സജീവമായി രംഗത്ത് വരാനുള്ള ഒരുക്കത്തിലാണ്. ഈ സംഘടനകളുടെ എല്ലാം പ്രതിഷേധം ഈ ദിവസങ്ങളിൽ വട്ടപ്പാറയിൽ ഉണ്ടാകും. എന്തായാലും ഈ സുഹൃത്തുക്കളെ കൂടുതൽ ചോദ്യം ചെയ്യണമെന്നുള്ള ആവശ്യം തന്നെയാണ് കുടുംബമടക്കം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇതൊരു കൊലപാതകമാണ് എന്നുള്ള ആരോപണം കുടുംബം വീണ്ടും ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു. ആ വിഷയങ്ങളിൽ കൂടുതൽ പരിശോധന വേണമെന്നുള്ള ആവശ്യവും അവർ ശക്തമാക്കുന്നു. ഈ ദുരൂഹത നീക്കണമെന്നുള്ള ആവശ്യത്തിൽ തന്നെയാണ് നാട്ടുകാരും ഉറച്ചു നിൽക്കുന്നത്. എങ്ങനെയാണ് ഈ മരണം സംഭവിച്ചത്? ഇതൊരു കൊലപാതകമാണോ അതോ ഏതെങ്കിലും തരത്തിൽ ഈ സുഹൃത്തുക്കളടക്കമുള്ളവർക്ക് ബന്ധമുണ്ടോ തുടങ്ങിയിട്ടുള്ള പലവിധ സംശയങ്ങളും നാട്ടുകാർ പലരും ഉയർത്തുന്നുണ്ട്. അങ്ങനെ കൂടുതൽ വ്യക്തത വരുത്തിയിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങണമെന്നുള്ളതാണ് പ്രധാനമായും ആവശ്യം വരുന്നത്. കൂടുതൽ ഒരു പ്രത്യേക അന്വേഷണ സംഘമൊക്കെ രൂപീകരിക്കണമെന്നുള്ള ആവശ്യവും നാട്ടുകാർക്കിടയിൽ പലരും ഉയർത്തുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ചൊരു കൂടുതൽ പ്രതിഷേധത്തിലേക്ക് ഇത്രയും ദിവസം ഇതൊരു കുടുംബത്തിന്റെ ആരോപണമായി നിലനിന്നിരുന്നെങ്കിൽ ഇന്ന് ആ നാട്ടുകാരും അല്ലെങ്കിൽ ആ പ്രദേശത്തെ BJP പോലുള്ള സംഘടനകളും ഒരു പ്രതിഷേധ തലത്തിലേക്ക് വരുമ്പോൾ ഈ വിഷയത്തിലുണ്ടായ അന്വേഷണത്തിലെ പാളിച്ചകളടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ പരിശോധനകൾ ഉണ്ടാകണമെന്നും ഈ മരണം സംബന്ധിച്ച കൂടുതൽ ശക്തമായ പരിശോധനകൾക്കുമുള്ള ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടാകുന്നത്. ശരി, പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാടും മലപ്പുറത്തും കാട്ടാന ഇറങ്ങി. കഞ്ചിക്കോട് ജനവാസ മേഖലയിൽ കുട്ടിയാനകളടക്കം 10ഓളം ആനകളാണ് എത്തിയത്. ആന ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ്. നിലമ്പൂർ, എടക്കര, നമ്പൂരിപ്പൊട്ടി ജനവാസ മേഖലയിലും ഇന്ന് പുലർച്ചെ കാട്ടാന ഇറങ്ങി ഒറ്റക്കൊമ്പൻ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പാലക്കാട് നിന്ന് അരുൺ ആലത്തൂറും മലപ്പുറത്ത് നിന്ന് ശിവദാസ് കന്മനവും ചേരുന്നു. ആദ്യം അരുണിലേക്ക്. അരുൺ, ആനപ്പേടിയിൽ തന്നെയാണോ പാലക്കാട്? പാലക്കാട് ജില്ലയിൽ രൂക്ഷമായി തുടരുകയാണ്. കഞ്ചിക്കോട് ജനവാസ മേഖലയിൽ കളപ്പാറ, കൊട്ടാമുട്ടി എന്നിവിടങ്ങളിലാണ് കാട്ടാന എത്തിയത്. ഒരു കുട്ടിയാനകൾ ഉൾപ്പെടെ 10ഓളം ആനകളാണ് ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇന്നലെയും ഇവിടെ കാട്ടാനകൾ എത്തിയിരുന്നു. ആ ജനവാസ മേഖലയിൽ വലിയ ഭീതി പരത്തിയിരുന്നു. വനംവകുപ്പ് ഇന്നലെ പടക്കം പൊട്ടിച്ചും മറ്റുമൊക്കെ ഈ ആനകളെ കാട് കയറ്റാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ഇന്നും അതേ പ്രദേശത്തേക്ക് തന്നെ കാട്ടാനകൾ എത്തിയിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക തന്നെയാണ് ഈ ഭാഗത്ത് സ്ഥിരമായി ഇങ്ങനെ ജനവാസ മേഖലയിൽ കാട്ടാന എത്തുമ്പോൾ ആളുകൾക്കിടയിൽ ഉണ്ടാവുന്നത്. ഒപ്പം തന്നെ നെല്ലിയാമ്പതിയിലും ഇന്നലെ കാട്ടാന എത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അട്ടപ്പാടിയിലും ജനവാസ മേഖലയിൽ കാട്ടാന എത്തി കാട് കയറാതെ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ജില്ലയിലെ മലയോര മേഖലകളിലെ ജനവാസ മേഖലയിൽ സ്ഥിരമായി ഇപ്പോൾ കാട്ടാനകൾ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക പരത്തുന്ന കാര്യം. വനംവകുപ്പ് ഓരോ തവണ കാട്ടാന എത്തുമ്പോഴും പടക്കം പൊട്ടിച്ചും മറ്റും അതിനെ കാട് കയറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ആനകൾ തുടർച്ചയായി ഇങ്ങനെ ജനവാസ മേഖലയിൽ എത്തുമ്പോൾ അത് തടയുന്നതിന് വേണ്ടി ശാശ്വത പരിഹാരം ഉണ്ടാവുന്നില്ല എന്നുള്ള പരാതി വീണ്ടും ആവർത്തിക്കുകയാണ് നാട്ടുകാർ. അതേസമയം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ വനം വകുപ്പ് ആന ഇറങ്ങുന്ന സമയത്ത് പടക്കം പൊട്ടിച്ചും മറ്റും കാട് കയറ്റുന്നതിനുള്ള നടപടികൾ മാത്രം ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട്. കഞ്ചിക്കോട് ഇപ്പോൾ ജനവാസ മേഖലയിലെ ആന ഈ പ്രദേശത്ത് തന്നെ തമ്പടിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. ശരി അരുൺ, മലപ്പുറത്ത് നിന്ന് ശിവദാസ് കൂടി ചേരുന്നുണ്ട്. ശിവദാസ്, മലപ്പുറത്ത് വന്യജീവികളുടെ ഭീതി ഒഴിയുന്നില്ല എന്നുള്ളതിന്റെ ഉദാഹരണമാണ്. കാട്ടാനകളുടെ ഭീതിയിലാണിപ്പോൾ നിലവിൽ മലപ്പുറം, അല്ലേ?
പ്രത്യേകിച്ച് നിലമ്പൂരിലാണ് ഇത്തരത്തിൽ വന്യജീവികളുടെ ഒരു ശല്യം രൂക്ഷമായി നിലനിൽക്കുന്നത്. ഇടയ്ക്കിടെ ഇത്തരത്തിലുള്ള വന്യജീവി ആക്രമണം ഉണ്ടാകുന്ന ഒരു മേഖല കൂടിയായി നിലമ്പൂർ മാറിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയാണ് എടക്കര നമ്പൂരിപ്പൊട്ടി എന്ന സ്ഥലത്ത് കാട്ടാന എത്തിയത്. ജനവാസ മേഖലയാണ് നമ്പൂരി. പക്ഷേ ഇത് ഒരു വനത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. നിരവധി കൃഷിക്കാരും അതോടൊപ്പം തന്നെ വനവാസികളും കൂടുതലായുള്ള ഒരു മേഖല കൂടിയാണ് നമ്പൂരിപ്പൊട്ടി. ഇവിടെയാണ് ഒറ്റക്കൊമ്പൻ ഇന്ന് പുലർച്ചെ എത്തിയത്. ഏകദേശം 4 മണിയോടെയാണ് ഈ കാട്ടാന ഇവിടേക്ക് എത്തിയത്. 2 ദിവസം മുൻപും ഇവിടെ കാട്ടാന എത്തിയിരുന്നെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. പിന്നീട് ഈ ഭാഗത്ത് വ്യാപകമായി കൃഷി ചെയ്യുന്ന നിരവധി ആളുകൾ ഉണ്ട്. ഇവരുടെയെല്ലാം കൃഷി ഇന്ന് പുലർച്ചെ ഈ കാട്ടാന എത്തിയപ്പോൾ അത് നശിപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ വീട്ടിലുള്ള ചില വസ്തുക്കളും ഈ കാട്ടാന നശിപ്പിച്ചു. അതായത് മുറ്റത്തുണ്ടായിരുന്ന ചില വസ്തുക്കളും കാട്ടാന നശിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് ഈ ഒറ്റക്കൊമ്പൻ കാട് കയറുകയാണ് ഉണ്ടായത്. ഇത്തരത്തിൽ നിരവധി തവണ ഈ രീതിയിൽ കാട്ടാന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഈ മേഖലയിലുണ്ട്. പക്ഷേ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും കൃത്യമായൊരു ഇടപെടലൊന്നും ഇല്ലാത്തതിൽ വലിയൊരു പ്രതിഷേധവും രോഷവും നാട്ടുകാർക്ക് ഉണ്ട്. കാരണം മുൻപ് ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കാട്ടാന ജീവനെടുക്കുന്ന സംഭവങ്ങൾ അടക്കം ഉണ്ടായിട്ടും ഇപ്പോഴും ഇതിനുള്ള ശാശ്വതമായ ഒരു പരിഹാരം കാണാത്തതിൽ വലിയൊരു പ്രതിഷേധത്തിൽ തന്നെയാണ് രോഹിണി നാട്ടുകാർ. ശരി, ശിവദാസും അരുൺ ആലത്തൂറുമാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാടും മലപ്പുറത്തും കാട്ടാന ഭീതി ഒഴിയുന്നില്ല. കാട്ടാനക്കൂട്ടമാണ് ജനവാസ മേഖലകളിലടക്കം തമ്പടിച്ചിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയുടെ മലയോര ജനവാസ മേഖലകളിൽ വന്യജീവി ആക്രമണം വ്യാപകമാകുന്നു. തണ്ണിത്തോട് മേക്കണ്ണത്ത് കഴിഞ്ഞ ദിവസം പുലി ഇറങ്ങിയെന്ന സംശയത്തിലാണ് നാട്ടുകാർ. കോന്നി കല്ലേലിയിൽ കാട്ടാന ആക്രമണവും പതിവാകുകയാണ്. തണ്ണിത്തോട് മേക്കണ്ണ് പ്രദേശമാണിത്. കാട്ടാന, കാട്ടുപോത്ത്, കാട്ടുപന്നി, കുരങ്ങ്, മലയണ്ണാൻ, മ്ലാവ് തുടങ്ങിയ വന്യജീവികളുടെ ശല്യം ഇവിടെ രൂക്ഷം. ഈ പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യവുമുണ്ടായി എന്ന സംശയത്തിലാണ് ഇപ്പോൾ നാട്ടുകാർ. ഈ കാണുന്ന കൂട്ടിലിട്ട വളർത്തുനായെ കഴിഞ്ഞ ദിവസം അജ്ഞാത മൃഗം ആക്രമിച്ചു കൊന്നു. ഇത് പുലിയാണെന്ന് നാട്ടുകാർ ഉറപ്പിച്ചു പറയുന്നു. ബ്ലാവ് കളിക്കുന്നത് കേട്ടോണ്ട് ഞാൻ വെളിയിൽ ഇറങ്ങിയപ്പം ഇതുപോലെ പട്ടിയത്ത് കിടക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ കടിച്ചു മുറിച്ചിട്ടുണ്ട്. ബ്ലാവിൽ അവിടെ നിൽപ്പുണ്ട്. അതിനെ ഓടിച്ചു. പിന്നെ രാത്രി ഇവിടെ വന്നു പിന്നെ വെളുപ്പിനെ തന്നെ ഫോറസ്റ്റിൽ അറിയിച്ചു. അവർ രാവിലെ വന്നു ക്യാമറ ഫിറ്റ് ചെയ്ത് ഇതൊക്കെ അവിടെ ഉണ്ടായത്. പുലിയല്ലാതെ മറ്റൊന്നും പട്ടിയെ പിടിക്കാറില്ല സാധാരണ. അല്ലാതെ മനുഷ്യൻ കടിച്ചു വയ്ക്കും. വന്യമൃഗങ്ങളുടെ സൗര്യവികാരം മൂലം പ്രദേശത്ത് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഈ മലയോര മേഖലയാണിത്. ഒരുപാട് ആളുകൾ ഇവിടെ ടാപ്പിങ്ങിന് പോകുന്നവരുണ്ട്, മറ്റ് കൃഷിക്ക് പോകുന്നവരുണ്ട്, അപ്പം വെളുപ്പിന് യാത്ര ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലർക്ക് എല്ലാവർക്കും ഒന്നും വാഹനമൊന്നുമില്ല. അവർ ജംഗ്ഷനിൽ പോയി വേണം വാഹനം കയറാൻ. അപ്പോൾ ഇവിടെ പുലി എന്ന് പറയുമ്പോൾ അതിന് 2 കാലെടുത്ത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും റോഡിൽ തന്നെ വേണേലും നിൽക്കാം. അപ്പോൾ അത് നമ്മൾ മിക്കവാറും റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ പന്നിയെല്ലാം കാണുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളുടെ ഒരു ആശങ്ക അകറ്റാൻ വേണ്ടി കൂട് സ്ഥാപിച്ച് പുലിയെ മാറ്റുക. അപ്പോൾ അത് ഒരു വലിയ ആശങ്ക ഒഴിയാൻ ചാൻസ് ഉണ്ട്. കോന്നി കല്ലേലി ഭാഗത്ത് കാട്ടാനശല്യം രൂക്ഷമായിട്ട് നാളേറെയായി. കാട്ടാന പാഞ്ഞെടുത്തതിനെ തുടർന്ന് ഭയന്നോടിയ കല്ലേലി എസ്റ്റേറ്റ് തൊഴിലാളി വിദ്യാധരനെ കഴിഞ്ഞ ദിവസം വീണ് പരിക്കേറ്റിരുന്നു. കുളത്തുമൺ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ആനയെ തിരികെ കാടുകയറ്റാൻ ശ്രമങ്ങളും നടന്നിരുന്നു. വന്യജീവി ആക്രമണത്തിൽ ഇനിയൊരു മനുഷ്യജീവൻ പൊലിയും മുന്നേ പ്രശ്നത്തിന് അധികൃതർ അടിയന്തര പരിഹാരം കണ്ടെത്തണമെന്ന് മാത്രമാണ് പത്തനംതിട്ടയിലെ മലയോര ജനതയ്ക്ക് പറയാനുള്ളത്. ജനം, പത്തനംതിട്ട. കൊല്ലം പത്തനാപുരത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനക്കൂട്ടത്തിന്റെ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ജനങ്ങൾ. വ്യാപകമായി കൃഷി നശിപ്പിച്ച ശേഷമാണ് കാട്ടാനകൾ മടങ്ങുന്നത്. ഇതിൽ ശാശ്വതമായ ഒരു പരിഹാരം കാണണം എന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെയാണ് ഇവിടെ കാട്ടാനകൾ ഇറങ്ങുന്നത്. തച്ചക്കോട്, പിറമല, പൊട്ടൻകുഴി ഭാഗങ്ങളിലാണ് കാട്ടാനശല്യം രൂക്ഷം. പുന്നല ഫോറസ്റ്റ് ഡിവിഷന് കീഴിലെ സ്ഥലങ്ങളാണിവിടം. കുട്ടിയാന ഉൾപ്പെടെ 4 കാട്ടാനകൾ നിരന്തരം എത്തുന്നുണ്ട്.
ഞങ്ങൾ അതിനോട് വന്ന് അടയും പിന്നെ പ്ലാവ് കിടന്ന ചക്കകളെല്ലാം വലിച്ചു പറിച്ച് തിന്ന് കവുങ്ങും തടിയെല്ലാം കുത്തി വെട്ട്. പിന്നെ ഭയങ്കര പേടിയാ, രാത്രിയിലൊക്കെ കേൾക്കുമ്പോഴേ പേടിയാ, ഇവിടെയൊക്കെ ഇരിക്കാൻ തന്നെ പേടിയാ, ബുദ്ധിമുട്ടാ ഭയങ്കര. വലിയ രീതിയിൽ കൃഷിനാശവും കാട്ടാനക്കൂട്ടമുണ്ടാക്കുന്നു. തൊഴിലാളികളും കുട്ടികളുമടക്കം ഭീതിയോടെയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. കഴിഞ്ഞ ദിവസം ഈ ആ ജംഗ്ഷൻ്റെ അപ്പുറത്തെ എൻ്റെ വീടിൻ്റെ രണ്ടാമത്തെ വീടിൻ്റെ മുറ്റത്തൂടെ വന്ന് ആ പ്ലാവ് കുലിക്ക് നേരെ വയലിലിറങ്ങി അവിടുന്ന് മേളിൽ കൂടെ വന്നിട്ട് ഇവിടെ വന്നു, ഈ ഒറ്റാനക്കുഴി വന്നു. ഇന്നലെ നമ്മുടെ ലീലമ്മയുടെ പ്ലാവ് ഒരെണ്ണം തെള്ളി ഇട്ടിട്ട് അതിൻ്റെ ചക്കയും പറിച്ചിട്ട് ആ പ്ലാവ് അവിടെ കിടപ്പുണ്ട്. ഇന്നലെ വൈകിട്ടത്തെ കാര്യം അത്. കാട്ടുപന്നി, കാട്ടുപോത്ത്, പുലി എന്നിവയുടെ ശല്യവും പ്രദേശത്ത് രൂക്ഷമാണ്. ഇതുവരെ ഇവിടെ ഇല്ലാതിരുന്ന ഒരു സാധനമാണ്. ഇപ്പം നിത്യമായിട്ട് ആന ഇവിടെ ഈ ഏരിയയിൽ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ദിവസവും ആളുകളിങ്ങനെ ഓടിച്ചു വിടുന്നു. പിന്നെ പന്നി ഒരു വഴിക്കൂടെ, മയിൽ, പിന്നെ അതുപോലെ മലയണ്ണാൻ, കുരങ്ങ്, ഇങ്ങനെയുള്ള ഒരു സ്ഥിതിയാണ്. നമ്മൾ ഒരു കൃഷിയും ചെയ്ത് ജീവിക്കാനൊക്കാത്ത ഒരു സാഹചര്യം ഇന്ന് നമ്മൾക്ക് ഇവിടെ ഉണ്ടാകുന്നത്. ജനവാസ മേഖലയിൽ നിന്നും കാട്ടാനക്കൂട്ടത്തെ തുരത്താനുള്ള നടപടി അധികൃതർ സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപവുമുണ്ട്. സോളാർ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ളവ സ്ഥാപിച്ച് വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നതാണ് പ്രദേശവാസികളുടെ ആവശ്യം. ജനം, കൊല്ലം. അടിയന്തരാവസ്ഥ ജനാധിപത്യത്തിന് 50 ആണ്ട് തികയുമ്പോൾ എന്ന ചരിത്ര പുസ്തകത്തിന്റെ പ്രകാശനം ഈ മാസം. കുരുക്ഷേത്ര പ്രകാശൻ പുറത്തിറക്കുന്ന ഈ ഗ്രന്ഥത്തിൽ അടിയന്തരാവസ്ഥയ്ക്കെതിരെ കേരളത്തിൽ നടന്ന സമര പോരാട്ടങ്ങളുടെ ചരിത്രമടക്കം ഉൾക്കൊള്ളുന്നു. ജൂൺ 25-നാണ് പുസ്തകം പുറത്തിറങ്ങുക. 75-77 കാലഘട്ടത്തിൽ ഭാരതം നേരിട്ട അടിയന്തരാവസ്ഥയ്ക്കെതിരെ അതുവരെ കാണാത്ത ഐതിഹാസിക ജനകീയ പോരാട്ടങ്ങൾ കേരളത്തിൽ ഉടലെടുത്തു. ഇന്ദിരയുടെ തിട്ടൂരത്തെ കൈക്കരുത്തും മനഃശക്തിയും കൊണ്ട് നേരിട്ടവർ, ജയിലഴികൾക്കുള്ളിൽ മർദ്ദനമേറ്റ് പിടയുമ്പോഴും പോരാട്ടവീര്യം ഒട്ടും ചോരാതെ സമരപരമ്പരകൾക്ക് തിരികൊളുത്തിയവർ, ഇടതുവലത് കപട ചരിത്രകാരന്മാരുടെ മഷിത്തുമ്പിലെ പ്രകീർത്തനങ്ങൾക്ക് വഴങ്ങാത്തവർ, വിസ്മൃതിയിലാണ്ടുപോയെന്നു കരുതിയ യഥാർത്ഥ വസ്തുതകളെ, ചരിത്രത്തെ പുസ്തകത്താളിൽ പുനർജീവിപ്പിക്കുകയാണ് അടിയന്തരാവസ്ഥ ജനാധിപത്യ കശാപ്പിന് 50 ആണ്ട് തികയുമ്പോൾ എന്ന ചരിത്രഗ്രന്ഥം. ഇന്ന് ജനാധിപത്യത്തെക്കുറിച്ച് വാചാലമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരും ഒക്കെ അവർക്ക് അധികാരം കിട്ടിയപ്പോൾ എങ്ങനെയാണ് വിനിയോഗിച്ചത് എന്നുള്ളതിൻ്റെ അതിനീചമായ ക്രൂരമായ ചരിത്രമാണ് അടിയന്തരാവസ്ഥയ്ക്ക് പറയാനുള്ളത്. അത് പുതിയ തലമുറയ്ക്ക് അറിയില്ല. ഒരു 75 വയസ്സെങ്കിലും കഴിഞ്ഞവർക്കാണ് അതിനെക്കുറിച്ച് സാമാന്യ ധാരണയുള്ളത്. അതുകൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും നീചമായ ഭരണം നടത്തിയ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലത്തെ പ്രവർത്തനങ്ങളും ആ കാലത്തെ രീതികളും ജനാധിപത്യ കശാപ്പിനെ സംബന്ധിച്ച് പുതിയ തലമുറ അറിയണം എന്ന ഉദ്ദേശത്തിലാണ് കുരുക്ഷേത്ര പബ്ലിക്കേഷൻസ് ഇങ്ങനെ ഒരു പുസ്തകം തയ്യാറാക്കുവാൻ കാരണം. അതിൽ ജയിലിൽ കിടന്നവരുടെ അനുഭവ സാക്ഷ്യങ്ങളാണ്. അവരനുഭവിച്ച പീഡനങ്ങളുടെ ആഴം എത്രയാണ് എന്നുള്ളത് ഇന്നും ആർക്കും, അക്കാലത്തുള്ളവർ തന്നെ മുഴുവൻ അറിഞ്ഞിട്ടില്ല, ഇന്നുള്ളവർക്ക് തീരെ അറിയില്ല. അതുകൊണ്ട് അവരുടെ നേർസാക്ഷ്യങ്ങളാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങളെ ഒക്കത്തെടുത്ത് ഇന്ദിരയുടെ ആക്രോശങ്ങളെ ചവിട്ടിമെതിച്ച് ജയിലറകളിലേക്ക് നടന്നുകയറിയ നിരവധി അമ്മമാരുടെ ചരിത്രം. കേരളത്തിലെ അടിയന്തരാവസ്ഥ പോരാട്ട സമര പരമ്പരകളുടെ സമഗ്രമായ വസ്തുതകളടങ്ങിയ ഈ പുസ്തകം ഒരു ചരിത്രരേഖ കൂടിയാണ്. ഇതൊരു ചരിത്രരേഖയായി ഭാവിയിൽ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പഠിക്കേണ്ടവർക്ക്, ജനാധിപത്യത്തെക്കുറിച്ച് പഠിക്കേണ്ടവർക്ക്, അതുപോലെ ഈ ജനാധിപത്യത്തിന് വേണ്ടി വാദിക്കുന്നവരുടെ യഥാർത്ഥ മുഖങ്ങളെക്കുറിച്ച്, ഫാസിസത്തെക്കുറിച്ച് പഠിക്കുന്നവർക്ക് ഒക്കെയുള്ള ഒരു ചരിത്രരേഖയും, ആ ചരിത്രരേഖയിൽ തന്നെ ഈ പറയുന്ന പോലെ അനേകായിരം ആൾക്കാരുടെ പേര് വിവരങ്ങൾ അടങ്ങുന്ന അത്തരം ഒരു രേഖ കൂടിയാണ് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം. കുരുക്ഷേത്ര പ്രകാശൻ ജൂൺ 25-ന് പുറത്തിറക്കുന്ന അടിയന്തരാവസ്ഥ ജനാധിപത്യ കശാപ്പിന് 50 ആണ്ട് തികയുമ്പോൾ എന്ന ചരിത്രഗ്രന്ഥം ഇന്ദിരയുടെ ഭരണകൂട ഭീകരതയ്ക്കെതിരെ നെഞ്ചുവിരിച്ചു പോരാടിയ സ്വയം സേവകരുടെ തീക്ഷ്ണമായ അനുഭവങ്ങളുടെ കൂടി നേർസാക്ഷ്യമാണ്. ജനം, കൊച്ചി. കേരള തീരത്ത് തീപിടിച്ച കപ്പലിൽ തീ അണയ്ക്കാനുള്ള ശ്രമം ദുഷ്കരമായി തുടരുന്നു. തീ നിയന്ത്രണ വിധേയമാക്കാൻ കൂടുതൽ സമയമെടുക്കുമെന്ന് തീരസംരക്ഷണ സേന അറിയിച്ചു. നിലവിൽ കപ്പൽ 15 ഡിഗ്രി ചെരിഞ്ഞ നിലയിലാണ്. ഇതും രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാക്കുന്നു. 2000 ടൺ ഇന്ധനവും 240 ടൺ ഡീസലുമാണ് കപ്പലിലുള്ളത്. അതേസമയം കടലിൽ വീണ 4 നാവികർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. മംഗലാപുരത്ത് ചികിത്സയിലുള്ള 18 പേരിൽ 2 പേരുടെ നില ഗുരുതരം. ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്
പറയുന്നത് ഇതുവരെ കപ്പലിലെ തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല, കപ്പലിന് ചെറിയ ചരിവുണ്ട്. കപ്പൽ നേരത്തെ സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്തു നിന്നും മെല്ലെ ഇഴഞ്ഞ് തിരികെ, അതായത് വെള്ളത്തിലൂടെ നീങ്ങുന്നൊരു സാഹചര്യം കൂടി, ഒഴുകി നീങ്ങുന്നൊരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ഇതെല്ലാം പ്രതിസന്ധി സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ തന്നെയാണോ രക്ഷാദൗത്യത്തെ സംബന്ധിച്ചിടത്തോളം? തീർച്ചയായും രോഹിണി, നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഈ തീരസംരക്ഷണ സേന അറിയിച്ചിരിക്കുന്നത് ഈ കപ്പലിലെ തീ അണയ്ക്കാൻ സമയമെടുക്കും എന്നൊരു കാര്യം തന്നെയാണ്. തീ നിയന്ത്രണ വിധേയമാകാൻ സമയമെടുക്കും എന്നൊരു കാര്യം തന്നെയാണ് തീരസംരക്ഷണ സേന അറിയിച്ചിട്ടുള്ളത്. ഈ കപ്പൽ 15 ഡിഗ്രി ചെരിഞ്ഞ നിലയിലാണ് നിലവിലുള്ളത് എന്നൊരു വിവരം കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. മാത്രമല്ല, ഇത് കേരള തീരത്തേക്കായിരിക്കാം ഈ കപ്പൽ ഒഴുകിയെത്തുന്നത് എന്നൊരു സൂചനയും കൂടി നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കപ്പലിലുള്ളത് 2000 ടൺ ഇന്ധനവും 240 ടൺ ഡീസലുമാണ് എന്നൊരു വിവരം കൂടിയാണ് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. 157 കണ്ടെയ്നറിലെ മാരക രാസവസ്തുക്കളും കീടനാശിനികളും ഇത്തരത്തിൽ തീരത്ത് അടക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശം കൂടി നിലവിൽ തീരസംരക്ഷണ സേന മുന്നോട്ട് വെക്കുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തന്നെ നാവിക കരസേനയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെയും നടന്നെങ്കിലും ഈ തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിലെ രാസവസ്തുക്കൾ അല്ലെങ്കിൽ കണ്ടെയ്നറുകൾ നീക്കം ചെയ്താൽ മാത്രമേ ഇത്തരത്തിൽ തീ പൂർണ്ണമായും അണയ്ക്കുവാൻ കഴിയുകയുള്ളൂ എന്നൊരു നിർദ്ദേശം തന്നെയാണ് ഇവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്നാൽ ഇവർക്ക് കപ്പലിന്റെ അടുത്തേക്ക് എത്താൻ പോലും കഴിയുന്നില്ല എന്നൊരു വിവരം കൂടിയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ വെള്ളം ഉപയോഗിച്ച്, ഈ വാട്ടർ ജെല്ല് പോലുള്ള സംഭവങ്ങൾ ഉപയോഗിച്ച് ഈ കപ്പലിലേക്ക് ഈ തീ അണയ്ക്കുവാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നു എന്നൊരു കാര്യം കൂടി നമുക്ക് അറിയുന്നുണ്ട്. നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആശുപത്രിയിൽ പ്രവേശിച്ചവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നൊരു വാർത്ത വരുന്നുണ്ട്. പക്ഷേ അത്രത്തോളം തന്നെ ആശങ്ക ജനിപ്പിക്കുകയാണ് നിലവിൽ ഈ തീര സംരക്ഷണ സേനയെ അടക്കം ഇപ്പോൾ പറയുന്നു ഈ കപ്പലിലെ തീ നിയന്ത്രണ വിധേയമാക്കുവാൻ സമയമെടുക്കുമെന്നുള്ള കാര്യം പറയുന്നു. അതോടൊപ്പം തന്നെ ഇത് കേരള തീരത്ത് അടിയുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള രാസവസ്തുക്കൾ അടക്കമുള്ള തുടരുക. ദിസ്നയിൽ നിന്ന് മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി തേടേണ്ടതുണ്ട്. അതായത് കോഴിക്കോട് കൊടുവള്ളി പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സിഐയുടെ പിറന്നാൾ കേക്ക് മുറിച്ച് ആഘോഷിച്ച സംഭവത്തിൽ സിഐ PK അഭിലാഷിനെതിരെ കടുത്ത നടപടിക്ക് സാധ്യതയില്ല എന്നാണല്ലോ അറിയാൻ കഴിയുന്നത്. ഒരു ജാഗ്രതക്കുറവ് മാത്രമാണ് സംഭവിച്ചത് എന്ന് ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് വടകര റൂറൽ SP എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് അത്തരത്തിലുള്ള റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും അറിയാൻ കഴിയുന്നു. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും ഇന്നലെയാണ് ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിൽ കേക്ക് മുറിച്ചു എന്നൊരു വിവാദം ഉടലെടുത്തത്. പ്രത്യേകിച്ച് ഡിവൈഎഫ്ഐ ഒക്കെ അടക്കമുള്ള ആളുകൾ ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരാണ് ഇത്തരത്തിൽ കേക്ക് മുറിച്ചത്. അതോടൊപ്പം തന്നെ ഈ ഇൻസ്പെക്ടർ നൽകിയ ഒരു വിശദീകരണം എന്ന് പറയുന്നത് ജാഗ്രത കുറവുണ്ടായി, പക്ഷേ താനത് ശ്രദ്ധിക്കണമായിരുന്നു എന്നൊരു വിശദീകരണം തന്നെയാണ് ഈ ഇൻസ്പെക്ടർ നൽകിയിരിക്കുന്നത്. അവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല, നിരവധി പ്രവർത്തകർ വന്ന് ഇത്തരത്തിൽ കേക്ക് മുറിച്ചിരുന്നു. ഒരു ജനകീയ പോലീസ് സ്റ്റേഷനാണ്, ജനമൈത്രി മാത്രമാണ് താൻ ഉദ്ദേശിച്ചത് എന്നൊരു വിശദീകരണമാണ് ഈ ഇൻസ്പെക്ടർ നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള നിയമ നടപടിയിലേക്ക് നീങ്ങില്ല എന്നൊരു കാര്യം നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും റിപ്പോർട്ട് സമർപ്പിച്ചു എന്ന് തന്നെയാണ് നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം. രോഹിണി, ശരി. ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി കല്ലാർകുട്ടി പാബ്ല ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നു. കല്ലാർകുട്ടി ഡാമിന്റെ ഒരു ഷട്ടർ 30 സെന്റിമീറ്ററും പാബ്ല ഡാമിന്റെ ഒരു ഷട്ടർ 50 സെന്റിമീറ്ററും ഉയർത്തി. പെരിയാറിന്റെയും മുതിരപ്പുഴയാറിന്റെയും തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, കല്ലാർകുട്ടി പാബ്ല അണക്കെട്ടുകളുടെ ഷട്ടറുകൾ തുറക്കുമ്പോൾ തീരത്ത് താമസിക്കുന്നവർക്ക് ഏത് രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്? കാലവർഷം ആരംഭിച്ച ഇത് 2ാം തവണയാണ് ഇടുക്കിയിലെ കല്ലാർകുട്ടി അതുപോലെ തന്നെ പാബ്ല ഡാമുകൾ തുറക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് ഈ മാസത്തിന്റെ ആദ്യത്തിൽ തന്നെ ഈ 2 ഡാമുകളും തുറക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതിനുശേഷം നിലവിൽ ഇപ്പോൾ വീണ്ടും ഈ ഡാമുകളുടെ വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തി പ്രാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഡാമിലേക്ക് നീരൊഴുക്കും വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ തന്നെ ഈ ഡാം നിറഞ്ഞിരിക്കുകയായിരുന്നു. കൂടുതൽ വെള്ളം ഡാമിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായതോടുകൂടിയാണ് നിലവിൽ ഇപ്പോൾ ഇരു ഡാമുകളുടെയും ഷട്ടറുകൾ തുറന്നിട്ടുള്ളത്. കല്ലാർകുട്ടി ഡാമിന്റെ ഒരു ഷട്ടർ 30 സെന്റിമീറ്റർ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാബ്ല ഡാമിന്റെ ഒരു ഷട്ടർ 50 സെന്റിമീറ്റർ ഉയർത്തിയും വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. ഈ തീരദേശവാസികൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നിലവിൽ നൽകിയിട്ടുള്ളത്. അതായത് പെരിയാറിന്റെയും മുതിരപ്പുഴയാറിന്റെയും തീരത്ത് താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങാനോ അല്ലെങ്കിൽ ഈ നദിയിലേക്ക് ഇറങ്ങാനോ ഉള്ള തരത്തിലുള്ള നടപടികളൊന്നും തന്നെ ആരും സ്വീകരിക്കരുത്. നിലവിൽ മഴ ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ഷട്ടറുകൾ ഇരു ഡാമുകളുടെയും തുറക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അതീവ
ജാഗ്രത തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ പുലർത്തണമെന്നുള്ളൊരു നിർദ്ദേശമാണ് നിലവിൽ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. അതേസമയം ജില്ലയിൽ വിവിധ മേഖലകളിൽ ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യമുണ്ട്. വരും മണിക്കൂറുകളിൽ മഴ ശക്തി പ്രാപിക്കുമെന്നിരിക്കെ കടുത്ത ജാഗ്രതാ നിർദ്ദേശത്തിലേക്ക് ജില്ല കടക്കുകയാണ്. ശരി, സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. മേഘാലയയിലെ ഹണിമൂൺ കൊലപാതകത്തിൽ കുറ്റം സമ്മതിച്ച് പ്രതികൾ. കൊലപാതകം ആസൂത്രണം ചെയ്ത ഭാര്യ സോനം രഘുവംശി നോക്കി നിൽക്കെയാണ് കൂട്ടുപ്രതികൾ രാജ രഘുവംശിയെ കൊലപ്പെടുത്തിയത്. ഭർത്താവിന്റെ കൊലപാതക ശേഷം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സോണം ഇൻഡോറിലെത്തിയെന്നും പോലീസ് പറയുന്നു. പ്രതികളെ നാളെ കോടതിയിൽ ഹാജരാക്കും. മേഘാലയയിലെ ഹണിമൂൺ കൊലപാതകത്തിൽ ഓരോ ദിവസം കഴിയുന്തോറും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ആൺ സുഹൃത്തിനൊപ്പം കൊലപാതകം ആസൂത്രണം ചെയ്യുക മാത്രമല്ല, ഭർത്താവിനെ കൊലപ്പെടുത്തുന്നത് നവവധു സോനം രഘുവംശി നോക്കി നിന്നതാണ് കൂട്ടുപ്രതികളുടെ വെളിപ്പെടുത്തൽ. ഭർത്താവിന്റെ കൊലപാതകത്തിന് ശേഷം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സോനം രഘുവംശി ഇൻഡോറിലെത്തിയതായും പോലീസ് പറയുന്നുണ്ട്. ആൺ സുഹൃത്തിനൊപ്പം വാടകമുറിയിൽ താമസിച്ച് അടുത്ത നീക്കം ആസൂത്രണം ചെയ്ത ശേഷമാണ് ഉത്തർപ്രദേശിലെ ഗാസിപൂരിൽ എത്തിയത്. സംഭവത്തിൽ പ്രതികളായ 4 പേരും കുറ്റം സമ്മതിച്ചതായി ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അറിയിച്ചു. രാജ രഘുവംശിയെ ആക്രമിക്കുകയും പിന്നീട് മൃതദേഹം ആഴമുള്ള ഒരു കൊക്കയിലേക്ക് വലിച്ചെറിയുകയുമായിരുന്നെന്നാണ് പ്രതികളുടെ വെളിപ്പെടുത്തൽ. നവവധു സോനം രഘുവംശി, യുവതിയുടെ ആൺസുഹൃത്ത് രാജ് കുശ്വാഹ, വാടക കൊലയാളികളായ ആകാശ് രജപുത്, ആനന്ദ് കുർമി, വിശാൽ സിംഗ് ചൗഹാൻ എന്നിവരാണ് കേസിലെ പ്രതികൾ. നാഷണൽ ഡെസ്ക്, ജനം. പുത്തൻ പുലരിയുടെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്തേ.